ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോട് കടന്നു വന്ന അനുഗ്രഹീത ദൈവമക്കൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് പകലും രാത്രി നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശാമുവേൽ പാസ്റ്റർ, അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഉപവാസത്തിൻ്റെ ആദ്യ പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരും ഉപവാസത്തിലായിരിക്കുന്നു. പൂർണ്ണമായോ ഭാഗികമായോ നിങ്ങൾ ഉപവാസത്തിലായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥനയോടെ, പ്രത്യേകിച്ച് സഭയുടെ പൊതുവായ എല്ലാ അനുഗ്രഹത്തിനും നമ്മുടെ ഭവനങ്ങളുടെ വിടുതലിനും വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഈ ദിനങ്ങളിലായിരിക്കണം. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ആയിരിക്കാം. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെട്ട ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പണ്ടും നേരത്തെയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ശാമുവേൽ വെള്ളറട എന്നായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നെടുമങ്ങാടാണ് താൻ താമസിക്കുന്നത്. ഹല്ലേലൂയ. IPCയുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ താൻ പ്രവർത്തനത്തിൽ അപ്പോൾ തന്നെ കർത്താവ് അയക്കുന്ന അനേക ഇടങ്ങളിൽ വിദേശത്തും ഇവിടെയും ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനുമായുള്ള എല്ലാ ബന്ധങ്ങളെയും ഞാൻ ഓർക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുമെന്ന്? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഉപവാസത്തിൽ പങ്കെടുത്തു പോകുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ, ദൂതുകളിലൂടെ, ആത്മാവിലൂടെ ഇന്ന് പകൽക്കാലം എന്നോട് ഇടപെടണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ അവിടുന്ന് തൊടണമേ. എനിക്ക് യഥാസ്ഥാനം തരണമേ. എനിക്കൊരനുഗ്രഹം തരണമേ. ഹല്ലേലൂയ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നിശ്ചയമായി നമ്മോട് സംസാരിക്കും. തുടർന്നുള്ള സമയങ്ങളിലെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലിൽ എളിവനായി എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ച പ്രിയ അഭിഷിക്തൻ, കുടുംബം, സഭാവിശ്വാസികൾ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെയും നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് അത്ഭുതം ചെയ്യാൻ. എല്ലാവരും വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിക്കാം വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ ഒരാളിന് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവങ്കൽ പതിഞ്ഞിരുന്നു. മതി. കണ്ണുകൾ അടച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച് വായുകളെ തുറന്ന് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. അർക്കമാന ശംധനാദികൾ കമന ഘടകജാതരക്ഷസി. പരിശുദ്ധനായ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനം പകൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ മീറ്റിംഗിലേടി നിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എളിവനെ താഴ്ത്തുകയാണ്. കർത്താവെ, സംസാരിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനവും പരിജ്ഞാനവും ദൈവകൃപയും ദൈവം തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ലല്ലോ. അങ്ങ് തന്നെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. എളിവനെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരം വീണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ, നിഷ്കളങ്കതയുണ്ടെങ്കിൽ, നിർമ്മലതയുണ്ടെങ്കിൽ, ദൈവവചനം അനുസരിക്കുന്ന മനോഭാവമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധിയിലും വേർപാടിലുമാണ് ജീവിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും പരാജയമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നമ്മൾ വളരെ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ മറുപടികൾ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ
ഈ പകൽക്കാലം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ചെന്നിറങ്ങി. അത് തലമുറകളുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ വിഷയമായിരിക്കാം. ഏതായാലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഹൃദയത്തിൻ്റെ ആഴം കൊണ്ട് വളരെ വിശുദ്ധിയോടെ അർഹമന ശംധന രകൽക്കമന ഘടകസ്യ എന്നോടുള്ള വാഴ്ത്തത്വങ്ങൾ എന്ന് നിവർത്തിയാകും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ തലമുറയ്ക്കൊരു മറുപടി വേണം. അങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അതിശക്തമായ രഹസ്യ പ്രാർത്ഥന വിഷയങ്ങൾക്ക് പരസ്യമായ മറുപടി തന്ന് ദേശത്ത് മാനിക്കാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിവിടെ പ്രസംഗിപ്പാൻ കർത്താവിനെ സഹായിച്ചു. ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, അദ്ദേഹം പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷയമായി. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്നാണ് ശുശ്രൂഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി, അദ്ദേഹത്തെ വിളിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം. പലവട്ടം അദ്ദേഹം ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ സെൻറ്ററിനോട് ചേർന്നാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ദൈവകൃപയാൽ ഒരു ഹോളൊക്കെ പണിയാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അനവധി അഭിഷിക്തന്മാരുടെയും ദൈവസഭയുടെയും പ്രാർത്ഥന കർത്താവ് ഞങ്ങളെ നടത്തി. എനിക്ക് ഇടയ്ക്കൂടെ പറഞ്ഞതാണ്, എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും ഉപദേശിമാരാണ്. സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച് 2 പേരും ഉപദേശിമാരാണ്. ഇന്ന് പകൽക്കാലം ഞാൻ സന്തോഷത്തിലാണ്. കാരണം ഞാനിവിടെ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മൂത്ത മകൻ നെടുമങ്ങാട് ആനാട് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കുന്നു. ഇളയാൾ ബഹ്റിനിൽ ഒരു സഭയോട് ചേർന്ന് ഒരു അഭിഷിക്തനോട് നിന്ന് ശുശ്രൂഷിക്കുന്നു. ഇതുപോലൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ വെളിപ്പെടാൻ വളരെ പ്രാർത്ഥിക്കണം. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ് ഇവിടെ വായിച്ച വാക്യങ്ങൾ. ആ വാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാമല്ലോ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഇവിടെ ഒരുപാട് ചർച്ചിൽ പ്രാർത്ഥന നടന്നൊരു സഭയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിനം അല്ലേ പക്ഷേ 1-ാം ദിവസം പകൽക്കാലം, ഈ മാസത്തിൻ്റെ 1-ാം ദിനം പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പ്രാർത്ഥനയിൽ മൗനം പാലിക്കുന്നത് ഒരന്തസ്സല്ല. സ്തോത്രം ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞാലും ആരോഗ്യത്തോടെ പറയണം. ഹല്ലേലൂയ. ആള് കുറച്ചേ ഉള്ളെങ്കിലും വലിയ ദൈവ സാന്നിധ്യം അകത്ത് വ്യാപരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്തോത്രം പറയാനാണ് ദൈവം കൃപ തന്നെങ്കിൽ അത് ആരോഗ്യത്തോടെ, അത് സ്തോത്രത്തോടെ അല്ല. മൗനം പാലിക്കുന്നത് ഒരന്തസ്സല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനും വന്നെന്ന് പറയാനല്ല നമ്മൾ വന്നത്, നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അതുലമന ഘടകസ്. ഈ വിഷയം നമുക്കറിയാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, സുവിശേഷം പ്രസംഗിക്കും പോലെ ഭാഗ്യം, സുവിശേഷത്തെ അറിഞ്ഞതുപോലൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷത്തിന് വിളിയുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വിഷയം നമുക്കറിയാവുന്നൊരു വിഷയമാണ്. കർത്താവ് വേദപുസ്തകം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം. ആമേ. പ്രൈസ് ദി ലോർഡ്. എളിയവരോട് സത്യവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അർഘമന്റെ ഘടകസ്യ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ ഈ പകൽക്കാലം നോക്കാൻ തയ്യാറാണെങ്കിൽ അർഘുടമന ഘടകസ് എഴുതി വെച്ചോ. കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ. അവിടെ പള്ളിക്കകത്തിരുന്ന സകല പേരുടെയും അർക്കസി കണ്ണ് പതിഞ്ഞത് ബിൽഡിങ്ങിലല്ല. അർഘമന്റെ ഘടകസി അവിടെ ഇരിക്കുന്ന മറ്റുള്ള ശുശ്രൂഷകന്മാരുടെ മേലല്ല കണ്ണുകൾ പതിഞ്ഞത്. കർത്താവിൻ്റെ വാക്കുകളും വചനങ്ങളും വാക്യങ്ങളും പറയുമ്പോൾ ആ ലാവണ്യ വാക്കും ശബ്ദവും കേട്ടിട്ട് അർഘമനകസി മറ്റാരുടെയും അർഘമനഘടകസി മുഖത്ത് അവരുടെ കണ്ണ് പതിയാതെ പള്ളിക്കകത്തിരുന്ന സകല പേരുടെ കണ്ണുകൾ ആ കർത്താവിങ്കിലേക്ക് നോക്കിയെങ്കിൽ ഉപവാസ പ്രാർത്ഥന വന്ന ദൈവവൈതലോട് നീ മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ, അന്ധരാജകൽക്കന പാസ്റ്റേഴ്സിന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ, പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കുന്ന
നോക്കുന്നതിനേക്കാൾ അർക്കുടമന്റെ ഘടകജാതരക്ഷസിയ അവൻ ഞാനും നിങ്ങൾ ഓമനിച്ചു വളർത്തിയ ആ മക്കളുടെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ അർക്കമനെ സാത്താന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ നോക്കേണ്ടവന്റെ മുഖത്തേക്ക് ഈ പകൽക്കാലം നോക്കാൻ തയ്യാറാണെങ്കിൽ അതൽക്കമന്റെ ഘടകജാതരക്ഷസിയ നീ ലജ്ജിച്ചു പോകയില്ല. എഴുതി വെച്ചോ. അന്ധരാജകൽക്കമന്റെ ഘടക ശിവാസ പ്രാർത്ഥനയിൽ ആ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ യേശുവിന്റെ നാമത്തിൽ കരകളെ തട്ടി അന്യഭാഷയിൽ കർത്താവിനെ അല്പസമയം സ്തുതിച്ചു തുടങ്ങട്ടെ. ഈ പകലിൽ സകല പോരുകളും ദൈവാത്മാവ് അഴിച്ചു മാറ്റിക്കൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ യേശുവിന്റെ രക്തത്താൽ വചനത്താൽ വിടുതൽ നടക്കുന്നു. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ആ രോഗത്തിന്റെ കെട്ടുകൾ ഈ പകൽക്കാലം അഴിയുകയാണ്. നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ബലഹീനതകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അഴിക്കുകയാണ്. ആമേ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം നിന്റെ തലമുറകളുടെ മേൽ ഈ പകൽക്കാലം തന്നെ ആ യേശുവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിച്ചിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. കർത്താവിന്റെ മുഖത്തേക്ക് ശരിക്കും നോക്കണമെങ്കിൽ അകത്തെ കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീക കണ്ണ് തുറക്കാൻ തയ്യാറാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ വാസ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഇവിടിരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും പാരമ്പര്യ പെന്തിക്കോസുകാരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് പ്രസംഗമൊന്നും അവർക്കൊരു പുത്തരിയേ അല്ല, പ്രവചനം ഒട്ടും പുത്തരിയല്ല. ഞങ്ങൾ വന്നിരുന്നത് പോരെന്ന് ചിന്തിച്ചിരിക്കരുത്. അകത്ത് അഹങ്കാരം വരാതെ നോക്കേണ്ടവനെ നോക്കിയാൽ അജൽക്കമന നിന്റെ അനർത്ഥത്തിനായി പതിയിരിക്കുന്ന സാധാന്യ തന്ത്രങ്ങൾ അല്ലെങ്കിൽ രോഗത്തിന്റെ ശക്തികൾ അജൽക്കമന ഘടക ഈ പകൽക്കാലം തന്നെ ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ സൂര്യനേക്കാൾ അതിശക്തിയോടെ പ്രകാശിക്കുന്ന അർഗമന അത്രയും ദൈവശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ട് ഈ പകൽക്കാലം തന്നെ പരിശുദ്ധാത്മാവിന് വലിയ ശക്തി പകർന്നിട്ട് നീ ഭാരപ്പെടുന്ന വിഷയത്തിന് ഈ മാസം തീരുന്നതിന് മുമ്പ് പരസ്യമായി സാക്ഷ്യം പറയാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ വന്നതുകൊണ്ടല്ല കേട്ടോ. സഭയുടെ പ്രാർത്ഥന, സഭയുടെ മധ്യസ്ഥത, സഭയുടെ ഉപവാസം, അജൽക്കമന്റെ ഘടകജാതരക്ഷസിയ ചില കുടുംബങ്ങൾക്ക് വേണ്ടി കരയുന്ന അഭിഷിക്തന്റെ മധ്യസ്ഥതയെ മാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തന്നെ അർക്കമന്റെ ഘടകസി മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് സ്വോത്രം 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 ഈ ദിവസങ്ങൾ തന്നെ അർക്കുടമനഘടകസിയ ചില തലമുറയുടെ വിഷയത്തിനകത്ത് കവനം ഇന്നും നാളെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പരസ്യമായി ദൈവസഭയിൽ സാക്ഷ്യം പറയാൻ അജൽക്കമന ഘടകസിയ നിന്റെ തലമുറ ജീവിതത്തിൽ ഉയരത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഉടമന ഘടകജന ഹർക്കുടമനക്ക് ശ്രദ്ധിക്കണേ. അവൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ മൗനം പാലിക്കേണ്ട കേട്ടോ. ആത്മാവിൽ നീ പോരാടി പ്രാർത്ഥിക്കുമ്പോ, ആത്മാവിൽ നീ ആരാധിക്കാൻ തയ്യാറാകുമ്പോ, ആത്മീക മണ്ഡലം ഒരു പരിധിക്കപ്പുറം വളരാൻ വിടാതെ ആത്മീകത്തെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തി ദൈവസഭ ആത്മീകത്തിൽ ഉണരാൻ, അജൽക്കമൻ ആരാധനയിൽ ഉണരാൻ, ഉപവാസത്തിൽ ഉണരാൻ ഒന്ന് മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തതും തരാമെന്ന് പറഞ്ഞിട്ടുള്ളതുമായ അധികാരത്തിന്റെ അഭിഷേകം ദൈവം കൈമാറിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മോനെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഇതുവരെ വെളിപ്പെടാത്ത ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇതിന്റെ മേൽ പകർന്നുകൊണ്ട് ഉടമന ഹതരഘടകസിയ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരുകൾക്ക് മറുപടിയായി അടക മനകസി പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല നിന്നെ മാനിക്കാൻ പോണത്. അന്തർക്കമാന ഘടകസിയ നിന്റെ സർട്ടിഫിക്കറ്റ്
ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ചല്ല ദൈവപ്രവൃത്തി. ദൈവസല്ലി തന്നെത്താൻ താഴ്ത്താനും കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ നിന്നോടുള്ള വാഴ്ത്തത്വം ബാലൻസ് വയ്ക്കാതെ ഫേസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തിയതുപോലെ നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കാൻ, ദൈവപ്രവൃത്തിയുടെ അവസാനമല്ല ദൈവപ്രവൃത്തിയുടെ ആരംഭം കുറിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മ ദൂതറിയിക്കുന്നു. ഈ ദിവസങ്ങൾ തന്നെ നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് അജന ഘടകജന സന്തര കൽക്കമന ഘടകസിയ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന് ദൂതറിയിക്കുന്നു. പ്രാർത്ഥിച്ച് കരയട്ടെ, ദൈവം മാനിക്കാൻ പോവുകയാണ്. ഉറങ്ങ സ്വോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മാന്യതയുണ്ടാകും, ഉപവസിച്ചാൽ മാന്യതയുണ്ടാകും. അത് പഠനമല്ല വിഷയം, ഭംഗിയല്ല വിഷയം. തമ്പുരാന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട്, അർക്കമല ദൈവകൃപ വ്യാപരിക്കുന്നത് കൊണ്ട്, സുവിശേഷത്തിന് വിളിയുള്ളത് കൊണ്ട്, സുവിശേഷത്തിന്റെ ശക്തി ഇനിയും വെളിപ്പെടാനുള്ളത് കൊണ്ട് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശക്തിയോടെ പ്രാർത്ഥിച്ചോടെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവാണ് യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിക്കണമേ, എളിയവരോട് സ്വന്തം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്. നമ്മളെക്കാൾ മിടുക്കന്മാർ, ശ്രേഷ്ഠതയുള്ളവർ, ഭംഗിയുള്ളവർ, കുടുംബ പാരമ്പര്യമുള്ളവർ പലരും ഉണ്ടായിരുന്നപ്പോൾ എളിയവരായ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആർക്കവൻ ഒരിക്കലും നമ്മളാരും ഈ കൃപയിലേക്ക് വരുമെന്ന് ചിന്തിച്ചതല്ല, വന്നതല്ല. ദൈവം വിളിച്ചിറക്കി. അതുരമനഘടകസ്യ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് ആ കൃപ പരമേൽപ്പിച്ച് അവൻ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ അവസരം നൽകി. പോരാ, നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. അതിനപ്പുറമായി നമ്മുടെ കൊച്ചുമക്കളെ തെരഞ്ഞെടുത്തു. ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ച വാക്യം ഇങ്ങനെ, എല്ലാവരുടെയും കണ്ണ്. ആ വാക്യം ഒന്ന് വായിക്കാം, 20ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ്, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവങ്കൽ പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്തുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. കാരണം അത്രയും ഭയങ്കരപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെറുപ്രായമാണെങ്കിലും വാക്കുകൾക്കകത്തൊരു ദൈവശക്തി. പുസ്തകം വായിക്കുമ്പോൾ തന്നെ ദൈവശക്തി. അങ്ങനെയെങ്കിൽ വേദപുസ്തകം വായിക്കുന്ന, വേദപുസ്തകം പഠിക്കുന്ന, വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ ചിന്തിക്കുകയും കരയുകയും അതിൻ പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവവേദനെ എത്രയോ വട്ടം നമ്മെ കിടത്താൻ ശത്രു പോരാടിയപ്പോൾ, വേദപുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിന്റെ വീട്ടിൻ്റെ അകത്ത് പോരാടി നിന്ന് മരണദൂതന്റെ ശക്തികളെ പുറത്താക്കിക്കൊണ്ട് എണ്ണത്തിൽ കുറയാതെ കാത്ത ദൈവത്തിന് ഒരു സ്തോത്രം കൂടെ ഈ പകൽക്കാലം പറയണം. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം അറിയാനുള്ള വാക്യങ്ങൾ മാത്രം ഉച്ചരിച്ചപ്പോ അറിയാനുള്ള വാക്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ, അത് പറയാൻ തുടങ്ങിയപ്പോ, ഒരു മനുഷ്യൻ സംസാരിച്ചതുപോലെ തന്നെ നമ്മോട് നേരിട്ട് ദൈവത്തിന്റെ ആത്മാവ് എത്രയോ പ്രാവശ്യം സംസാരിച്ചു. ഒരു മനുഷ്യൻ പ്രവചിക്കുന്നതിൽ അപ്പുറമായി ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്ത ദൈവവേദനെ നിന്നെ തകർക്കാൻ ഒരു പിശാചിനും പറ്റുകയില്ല. പറ്റത്തില്ല. ഉറപ്പുകാരെയാണ്, നീ വിശ്വസിക്ക്. കണ്ണങ്ങോട്ട് നോക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 121 അധ്യായത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കപ്പെട്ട ദൈവത്തിങ്കൽ. അങ്ങനെയെങ്കിൽ അത്രയും വലിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാധാരണ ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. വലിപ്പമുള്ള, വലിയവനാകുന്ന, വിശ്വസ്തനാകുന്ന, വാക്കു പറഞ്ഞാൽ മാറാത്ത, വാക്കു പറഞ്ഞാൽ മനുഷ്യൻ മാറും, ഉറപ്പ്. ബന്ധുക്കൾ മാറാം, ചർച്ചക്കാർ മാറാം, അതിൽ സഭ മാറാം, സംഘടന മാറാം, സമുദായം മാറാം. പക്ഷെ ആര് വാക്കു പറഞ്ഞിട്ട് മാറിയാലും മാറാത്ത കർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കുമ്പോ അതുലവന ഘടകജാരക്ഷസിയ നിന്റെ മുഖത്തേക്കും കർത്താവ് നോക്കിക്കൊണ്ട്. അതെവിടെയെന്നറിയാമോ? അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. വേഗത്തൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം, വ്യക്തം ചെയ്യാം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ശ്രദ്ധിക്കണമേ, ഈ വിഷയം നമുക്കറിയാം. സുന്ദരബന്ധ ദേവാലയ ഗോപുരത്തിങ്കിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരാളെ ഭിക്ഷയാചിക്കാൻ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരോട്
അകത്തിരുന്ന പലരും വിടുതലില്ലെന്ന് പറഞ്ഞപ്പോ പുറത്തിരുന്നവരെ തമ്പുരാൻ അകത്ത് കയറ്റിയെങ്കിൽ അതൽക്കവരെ പ്രാർത്ഥിക്കുന്നവരോട് അകത്തിരിക്കുന്ന അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോലെ സഭയോട് പറയാം, പുറത്തുനിന്ന് ചിലർ അകത്ത് കയറാൻ പ്രാർത്ഥിച്ചോണം. അർക്കവന ഘടകജാരക്ഷസിയാര് അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചെറുമക്കളും പോലെ കേട്ടോ. ഇതൊക്കെ കർത്താവ് ഒന്നിൽ കുറച്ചു കാലഘട്ടം കഴിയുമ്പോൾ നിത്യതയിൽ ചേർക്കപ്പെടാം. അതിനു മുമ്പ് പുറത്ത് നിൽക്കുന്ന ചിലതിനെ, ആർക്കും വേണ്ടാത്ത ചിലതിനെ, ആരും അംഗീകരിക്കാത്തതിനെ അകത്തോട്ട് കൊണ്ടുവരാൻ തമ്പുരാൻ വഴിയൊരുക്കാൻ പോകുന്നത് ഓർത്ത് ആ ദൈവത്തിന് ആ സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ആ പുറത്തിരിക്കുന്നു ഭിക്ഷയാചിക്കുക. ഈ ഉപവാസപ്രാർത്ഥനയിൽ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ദൈവം തരണം, തന്നേ പറ്റൂ. ഇത് പോരാ. അർക്കവരെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിഷയം ഇതാണ് കേട്ടോ. സാമ്പത്തിക നന്മകളും ഭൗതികങ്ങളും ഇത് മാറ്റി ശരിക്കും പറഞ്ഞാൽ, പക്ഷെ പോരെന്ന് പറയാൻ പോരാ പോരാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒന്നുണ്ട്. കൃപ ഇത് പോരാ, വെളിപ്പാടിത് പോരാ, ശുശ്രൂഷ ഇത് പോരാ, അന്ധരാജകൽക്കവര വൈശസിയാര് ആത്മീക അനുഭവം ഇത് പോരാ. ആത്മീകം അതമ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവഹിതനെ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന മാതാപിതാക്കളെ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. ജീവിതത്തിൽ സത്യസന്ധതയുണ്ടോ? ജീവിതത്തിൽ നിഷ്കളങ്കതയുണ്ടോ? ജീവിതത്തിൽ നിർമ്മലതയുണ്ടോ? പ്രാർത്ഥിക്കും പോലെയാണോ ജീവിതമെന്ന് തന്നെത്താൻ ശോധന ചെയ്തൊന്നും മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന പരാജയമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആലയത്തിൽ ശക്തിയോടെ ആരാധന നടക്കുമ്പോൾ പത്രോസും യോഹന്നാനും കയറി വരുന്നു. ആ വിഷയം നമുക്കറിയാം. പത്രോസും യോഹന്നാനും കയറി വരികയാണ്. അതുലവന ഘടകജാരക്ഷസി ആ പടിവാതിക്കലെത്തി സ്തോത്രം ചെയ്തു. ദിവസം പ്രതി അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്നവൻ പത്രോസിനോട് ഭിക്ഷ ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ നോക്കണം ഒന്നല്ല, ഞങ്ങളെ നോക്കണം. എൻ്റെ എന്നൊരു ചിന്ത മാറ്റി പറയണം, ഞങ്ങളതാണ്. എൻ്റെത് ഞാനെന്നൊരു ഭാവം ഇടിച്ചു കളയണം. ഞാനൊന്നൊരു ചിന്ത മാറ്റിയിട്ട് പറയണം, ഞങ്ങളെ ദൈവസഭ, ഞങ്ങളെ ദൈവസഭയ്ക്ക് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു ആത്മീക ഉണർവ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ പ്രാർത്ഥന. ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണം. ഇന്ന് പലരും മക്കൾ വന്നിട്ടില്ല, അവർ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിരിക്കാം. പക്ഷേ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യാൻ അഭിഷിക്തനെ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥതയുണ്ടല്ലോ, അതിനൊരു പരിഹാരം വെളിപ്പെടാൻ പോകുക. ഈ ജനം കേൾക്കാതിരിക്കെ ഇവർക്ക് വേണ്ടി പറയുന്ന മധ്യസ്ഥതകൾ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിനകത്ത് ഇവരെ തലമുറകളെ പണിതേ പറ്റൂ. അവരെ സ്ഥിതി മാറ്റണേ, അവരെ കൃപയിൽ കൊണ്ടുവരണമേ. ഒരെണ്ണം പോലെ വഴിയെത്താൻ പാടില്ല എന്ന് ആ പ്രാർത്ഥന വിഷയത്തിനകത്ത് കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ നോക്കൂ എന്ന് ഈ ദൈവദാസൻ പറയുമ്പോൾ തന്നെ അർക്കുടവന ഘടകസി വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ട് നോക്കാൻ പറഞ്ഞോടെ നോക്കുക മാത്രമല്ല, യാചിച്ചുകൊടുക്കുക. വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ട് പ്രാർത്ഥിക്കുന്നവരോട് ഇതുവരെ തന്നിട്ടില്ലാത്ത ചില ദൈവകൃപ നമ്മുടെ മേൽ പകരാൻ പോവാണ്. ഗ്ലോറി പറയണം. ഹല്ലേലൂയ. ഇതുവരെ തന്നിട്ടില്ലാത്ത ബലഹീനതയുണ്ട്, തന്നിട്ടില്ലാത്ത ദൈവകൃപ, തന്നിട്ടില്ലാത്ത രോഗസൗഖ്യം പോരാ. ഹതുരമന ഘടകസ്യ ഇതുവരെ തന്നിട്ടില്ലാത്ത പുത്തൻ വെളിപ്പാട്, തന്നിട്ടില്ലാത്ത ദൈവശക്തി, ഇതുവരെ തവനെ പ്രാർത്ഥിച്ചോ, ഇതുവരെ തന്നിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ ശക്തി അർക്കമനകസ്യ നിന്റെ മേൽ പകരാൻ പോകുന്നു. കാരണം വിശ്വസ്തനാകൊണ്ട് അതുലവന ഘടകജാരക്ഷ എഴുതി വെച്ചോ, വിശ്വസ്തനാകൊണ്ട് കർത്താവിന്റെ ഒരു അത്ഭുതം നിന്റെ മേൽ ചെയ്തുകൊണ്ട് ഇതുവരെ തന്നിട്ടില്ലാത്തതും തരാമെന്ന് പറഞ്ഞിട്ടുള്ളതുമായ കൃപാവരങ്ങൾ വെളിപ്പെടുത്തുവാൻ, അതിനോടൊപ്പം തന്നെ നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് അതിശക്തമായ മറുപടി കണ്ട് സന്തോഷിക്കാൻ ഒരവസരം ഉണ്ട്. ഈ പ്രാർത്ഥന പരാജയപ്പെട്ടു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, യേശുവിന്റെ രക്തത്താൽ വചനത്താൽ വല്ലത് കിട്ടുമെന്ന് കരുതി അർക്കബന ഘടകസി സൂക്ഷിച്ചു നോക്കി. എഴുന്നേക്കാൻ പറ്റാത്തവൻ എഴുന്നേൽപ്പിക്കാൻ പോവാണ്. ഗ്ലോറി പറയണം. ആത്മീകമായി ദൈവസഭ എഴുന്നേക്കാൻ, കൃപാവരത്തിൽ ദൈവസഭ എഴുന്നേൽക്കാൻ, വെളിപ്പാടിൽ ദൈവസഭ എഴുന്നേൽക്കാൻ, ആരാധനയിൽ ദൈവസഭ എഴുന്നേൽക്കാൻ. നമ്മളൊക്കെ ചിന്തിക്കും ഭയങ്കര എഴുന്നേറ്റ് വരും. ചിലരൊക്കെ ആത്മീക അധംപതനാണ് കേട്ടോ. ചില ആത്മീക അധംപതനമാണ് ചിലരുടെ ജീവിതത്തിൽ. ഭൗതിക നന്മ കിട്ടി, ഉയർച്ചകൾ കിട്ടി, പ്രതീക്ഷകൾക്കപ്പുറമായ വിടുതലുകൾ നടന്നു. ഒന്നുമില്ലാതിരുന്ന നമ്മുടെ സ്ഥിതി ദൈവം മാറ്റി. നല്ല ആഹാരം പോലും ഇല്ലാതിരുന്ന നമ്മുടെ സ്ഥിതി മാറ്റി.
ഈ തിരുവനന്തപുരം പട്ടണത്തിൽ മാന്യമായ ഹോള് തമ്പുരാൻ ദൈവം നമുക്ക് നൽകി. ഇങ്ങനെ ആരാധിക്കാൻ ഒരു അവസരം തന്നെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ആത്മീക അധംപതനം വരാതിരിക്കാൻ ദൈവസഭയ്ക്കകത്ത് ആത്മീക അധംപതനം വരാതിരിപ്പാൻ, ആത്മീക പരാജയം വരാതിരിപ്പാൻ, ശുശ്രൂഷയിൽ പരാജയം വരാതിരിപ്പാൻ, അകൽക്കര ലോകരാജ്യം അറിയപ്പെട്ട ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ഉണർവ് തിരുവനന്തപുരം പട്ടണത്തിൽ ഇതിന്റെ അകത്ത് ആരംഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് ബാലൻസ് പറ്റാതെ നിവർത്തിക്കാൻ കഴിവുള്ള ആ ദൈവസ്ഥലിരിക്കുന്ന അപ്പന്മാരെ അകൽക്കമന്റെ ബോട്ട് ചാഞ്ഞും ചരിഞ്ഞും താങ്ങിയും തൂങ്ങിയിരിക്കാനല്ല കൊണ്ടുവന്നത്, ഒരു സ്തോത്രം ജീവനോടെ പറയാൻ. പ്രായമുള്ളവരാണ് ഈ പകൽക്കാലം പൂർണ്ണമായിരിക്കുന്നത്. നിങ്ങൾ മൗനം പാലിക്കുന്നതിന് അന്തസ്സല്ല. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ അവയവങ്ങൾക്കകത്ത് ഇപ്പം വിടുതൽ നടക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ രക്തത്തിന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കും. പോരാ, അർക്കമരം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മറുപടി വേണമെന്ന് മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരോട്, അടകല ശന്തന രകൽക്കമനകടകസ്യ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരോട്, മക്കൾക്ക് വേണ്ടി യാചന കഴിക്കുന്ന അഭയയാചനകൾക്ക് അതിശക്തമേറിയ മറുപടി വെളിപ്പെടാൻ സമയമായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ചലിക്കാത്ത പ്രാണികൾ ചലിക്കട്ടെ. തലമുറയ്ക്ക് വേണ്ടി മറുപടി. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. തലമുറയുടെ വിഷയത്തിനകത്ത് അമ്മേ മറുപടി വെളിപ്പെടുന്നു. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നന്മയ്ക്കായി ഒരു അടയാളം വെളിപ്പെടുന്നു. തടസ്സങ്ങൾ വഴിമാറുകയാണ്. സ്വത്രം 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 സ്വത്രം. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. ആത്മാവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. ഇവിടെ ആരാധിക്കുമ്പോൾ ചിലരുടെ വീടുകൾക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ അന്തർക്കവരെ ചില ആവിചാരത്തിന്റെ പോരുകൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. രക്തം ചെയ്യാം. സ്വത്രം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ പരസ്യമായ മറുപടി ദൈവം തരാൻ പോവാണ്. അനവധി വിഷയത്തിന് മറുപടി തന്ന ദൈവം ജൂഡജാരഘടകസി പെന്തിക്കോസായത് മുഖാന്തരം ചിലരൊക്കെ നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും കൃപയിൽ കൊണ്ടുവന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചെങ്കിൽ സുവിശേഷത്തിന് ആ വീട്ടിൻ്റെ അകത്ത് ആഹാരം വച്ച് വിളമ്പിയത് ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. ഉടയാമന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൂത് അറിയിക്കുന്നു. മനുഷ്യൻ്റെ മുമ്പിൽ കരയാതെ ചില അർദ്ധരാത്രികൾ ദൈവത്തിൻ്റെ മുൻപാകെ അഭയയാചന കഴിക്കുന്ന പ്രിയ അമ്മയോട് അന്ധരാരകസി വൈഡകൽക്കമനം ഈ പകൽക്കാലം പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ശരീരത്തിന് അകത്ത് വ്യാപരിക്കുന്ന ചില ബലഹീനതകൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി. അന്ധരാജകൽക്കമൻ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ അമ്മ അനുഭവിച്ച വേദനകൾ, ആർഗമനകസിയ അമ്മയുടെ കണ്ണുനീരുകൾ, അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇതുവരെ എത്തിച്ചെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തിൽ പാർക്കുമെന്ന് ചിന്തിച്ച ആളല്ല നിങ്ങൾ. അംദൽ കമനകസി ദൈവം പട്ടണത്തിൽ കൊണ്ടുവന്ന് പട്ടണത്തിൽ ഉറപ്പിച്ച് അർപ്പിക്കാത്ത നന്മകൾ നൽകി അതിലൊരു അംശം എൻ്റെ ദാസന്മാർക്ക് ആഹാരം വച്ചു വിളമ്പിയ ഒരു കാലഘട്ടം. അർക്കുട മനക ജകൽക്കന വീണ്ടും കരയുന്നൊരു വിഷയമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഒരു മറുപടി കിട്ടിയേ പറ്റൂ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം സെക്കൻഡ് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അതുരമന ഘടകജകനഘടകസിയ ചില വ്യക്തികളായിരിക്കുന്ന രാജ്യത്തിൽ കർത്താവിൻ്റെ കരം നീട്ടി രാജ്യത്തിൻ്റെ നിയമത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ അടയാളം നൽകി മാനിക്കുന്നൊരു ദിവസമുണ്ട്. ആലയത്തിൽ കാലുകുത്തിയത് ഒരിക്കലും പരാജയമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണെന്ന്. എത്രയോ വട്ടം ഭവനത്തിൻ്റെ പുരുഷന്മാരെ താറുമാറാക്കി തകർത്ത് ഞാൻ എന്താ ചെയ്യേണ്ട ദൈവമേ,
ഒരു പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിന് കഴിയത്തില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനുഷ്യൻ സംസാരിച്ചതുപോലെ നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിച്ചത് എത്രയോ രാത്രികൾ ഉണ്ടായിരുന്നു. ദർശനം ദൈവം തന്നില്ലേ, വെളിപ്പാട് തന്നില്ലേ? ഭാരപ്പെടരുത്. അജന കുടുംബത്തിനകത്ത് ആത്മീക അനുഭവം ഇഷ്ടമില്ലാത്ത ചിലരെ തൊട്ടുകൊണ്ട് നീ സേവിക്കുന്ന ദൈവം ജീവനുള്ളതെന്ന് മറ്റുള്ളവർ അറിയത്തക്ക തലത്തിൽ നന്മയ്ക്കായി ഒരടയാളം വെളിപ്പെടുന്നു. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടണത്തിൽ പാർക്കുന്ന ഭവനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശത്രുവിന്റെ തന്ത്രത്തെ വേരോടെ ഇളക്കി മാറ്റി ജാതികളുടെ നടുവിൽ നിന്നെ പാർപ്പിച്ചെങ്കിൽ അവരുടെ നടുവിൽ ഒരു വിടുതലയക്കാൻ ദൈവം ശക്തനാണ്. ഈ പകൽക്കാല വീട്ടിനകത്തേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി വ്യാപരിച്ച് വിടുതൽ കണ്ണുകൊണ്ട് കാണാൻ ഒരു അവസരമുണ്ട്. അതിൽ നീ വിശ്വസിക്കുമെങ്കിൽ ഈ പകൽക്കാലം ഈ അസ്ഥിയോടും ഈ ശരീരത്തിന്റെ അകത്ത് കത്തിവെപ്പിക്കാൻ ശ്രമിക്കുന്ന ബലഹീനതകളും അതിന്റെ വേരോടെ അഴിച്ചു മാറ്റി ദോഷം വരുത്താതെ സൗഖ്യമാക്കാൻ ദൈവം ശക്തനാണെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. പ്രാർത്ഥിച്ച് കരയട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോലെ എല്ലാ കരമടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാല സൗഖ്യം വ്യാപരിക്കട്ടെ. പള്ളിയിലുള്ള എല്ലാവരുടെ കണ്ണ്, പ്രൈസ് ദി ലോർഡ്, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് പാസ്റ്ററുടെ മുഖത്തല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് പള്ളിയിലുള്ള പ്രധാനപ്പെട്ട അധികാരിയുടെ മുഖത്തല്ല, പള്ളിക്കകത്തുള്ള അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരുടെ മുഖത്തല്ല. ആത്മീകരായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, പാസ്റ്ററെ നോക്കി ആരും ആരാധിക്കണ്ട, പ്രവാചകന്മാരെ നോക്കി ആരും ആരാധിക്കരുത്. ആ പ്രസംഗം കൊള്ളാം, ഈ പ്രസംഗം കൊള്ളാമെന്ന് പ്രസംഗത്തെ വിധിയെഴുതി ആരാധിക്കാനിരിക്കണ്ട. അർക്കമൻ ആരാധിക്കുന്നെങ്കിൽ കർത്താവിന്റെ മുഖത്ത് നോക്കി നീ ആരാധിക്കണം. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമേ, നിന്റെ കാത്തിരിപ്പ് പരാജയമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്. കർത്താവിന്റെ മുഖത്തേക്കാണ്ട് ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ. അതൽക്കവൻ ഇരിക്കുന്ന ഇരിപ്പിൽ ആ തേജസ്സിന്റെ ശക്തി നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും കാൽവറിയുടെ കുലക്കളത്തിൽ ഊറ്റി തന്ന്, വീണ്ടും പറഞ്ഞാൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ഉടമ അർഘമന ഘടകസി, ആ രക്തം നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ ഈ പകൽക്കാലം ആ രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ചിലരുടെ രക്തത്തിന്റെ അകത്ത് പടർന്നു പിടിക്കുന്ന ക്യാൻസറിന്റെ സെല്ലുകൾ ഈ പകൽക്കാലം അഴിച്ചു മാറ്റി, ക്യാൻസറിന്റെ ആരംഭങ്ങൾ അഴിച്ചു മാറ്റി. അതുലമന ഘടകരഹസ്യാന് എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഷുഗർ നോർമൽ ആയില്ലെങ്കിൽ ഈ പകൽക്കാലം നോർമലാക്കാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ചില അമ്മമാരെ, ഈ ചില അപ്പന്മാരെ ഈ പകൽക്കാലം സൗഖ്യമാക്കുകയാണ്. സൗഖ്യമാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരം. എന്നെ സൗഖ്യമാക്കണേ, പ്രാർത്ഥിക്കണം. എന്നെ സൗഖ്യമാക്കിയേ പറ്റൂ, എന്നെ വിടുവിച്ചേ പറ്റൂ, എന്നെ സൗഖ്യമാക്കിയേ പറ്റൂ, വിടുവിച്ചേ പറ്റത്തുള്ളൂ കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉടമന ഹതരഘടക സംഭവാരകൾക്കവന യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മരിക്കയില്ല അമ്മച്ചി, ഈ പകൽക്കാലം സൗഖ്യമാകുക. നിങ്ങളുടെ കൂടെ ജനിച്ചവരും വളർന്നവരും പലരും പട്ടുപോയപ്പോൾ, ചിലരൊക്കെ മണ്ണോട് മണ്ണ് പറഞ്ഞപ്പോഴും മരണത്തോട് മല്ലടിച്ച് പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ദോഷം വരുത്താതെ ഇതുവരെ കൊണ്ടെത്തിച്ചെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി കരയുന്നവരുടെ പ്രാർത്ഥനയും അതുലമന ഘടകചാരക്ഷസിയ പരാജയപ്പെട്ടു പോകത്തില്ല. ഈ രക്തത്തിൻ്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. ഉടകൽക്കമന, ഞാൻ ഒരു ദിവസം പോലും കിടപ്പിലായി പോകരുത്, എന്നെ സൗഖ്യമാക്കിയേ പറ്റൂ എന്ന് രാത്രിയുടെ യാമങ്ങൾ ദൈവത്തോട് ചോദിച്ച പ്രിയ ദാസിയോട് അടയാമനയാ ജഗസി കൃപയിലേക്ക് വന്നത് മുഖാന്തരം എത്രയോ നിന്ദകൾ ഉണ്ടായിട്ടും ഞാൻ ഇറങ്ങിയത് തന്നെ ഉറച്ച വിശ്വാസത്തിൽ ഇതുവരെ നിന്നെങ്കിൽ
അതൽക്കമന ഘടകരാധരക്ഷസിയാന് അക്കമന ഘടകസി അത് പരാജയപ്പെടാനല്ല. ചില വെളിപ്പാട് തന്നിട്ടുണ്ട്, അത് ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ. പെട്ടെന്ന് അങ്ങനെ മനുഷ്യന്റെ മുമ്പിൽ കരയത്തില്ല, പക്ഷേ ദൈവത്തിന്റെ മുൻപാകെ വാവിട്ട് കരഞ്ഞ രാത്രികളിൽ അതരമന ഘടകരഹസിയാന ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ എന്റെ വിഷയത്തിനൊരു മറുപടി തരണം. അർക്കമന ഘടകസി ഓർക്കുന്നുണ്ട്, നാട്ടിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ ഈ പട്ടണത്തിൽ വന്ന് ഉറപ്പിച്ചെങ്കിൽ അതുരാ മനയ ജഗൽക്കമന ഘടകസിയ ഈ ഉപവാസം നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടാകും. അർക്കുടമന ഘടകജാരട്ടസിയ ഒരു അസ്വസ്ഥത കൊണ്ടു നടക്കുകയാണ്, പക്ഷെ ഈ പകൽക്കാലം സൗഖ്യമാക്കുന്ന ഒരു ദൈവകരം ഈ ശരീരത്തിൽ വ്യാപരിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിന് പരസ്യമായ ഒരു മറുപടി അന്തർക്കമാനക ഈ ദിവസങ്ങളിൽ വെളിപ്പെടാനുണ്ട്. പ്രാർത്ഥിച്ച് കരയട്ടെ. ദൈവപ്രവൃത്തി പലപ്പോഴും ഒരു സൈഡ് സ്ട്രോക്ക് പോലെ ആ അസ്ഥിവേദനയിട്ട് ആ കാലുകളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ബലഹീനത ഈ പകൽക്കാലം അടിയപ്പെടാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. അത് പരാജയമല്ല, അതിനൊരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നു. ആരാധിച്ച് ജയമെടുക്കട്ടെ. എല്ലാവരും കരമടിച്ച് ആരാധിക്കട്ടെ. ഈ അമ്മയെ ദൈവം സൗഖ്യമാക്കുന്നു, സൗഖ്യമാക്കുന്നു. ഉടമന ഘടകജന സംഭര മൗഢര അർക്കമന ഘടകജാതരക്ഷസി അടിപ്പിടലുകളാ സൗഖ്യം വന്നു വിരിക്കുന്നു. അടിപ്പിടലുകളാ സൗഖ്യം വന്നു വിരിക്കുന്നു. ഈ സമയങ്ങൾ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുകയാണ്. അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങളെ അഴിച്ചുവിടുകയാണ്. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ വിടുതൽ. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. കാരണം അത്ര ലാവണ്യ വാക്കുകൾ കർത്താവ് പറയുക. കർത്താവിന്റെ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കൊരു സുഖമാണ്. ലോറി പറഞ്ഞാട്ടെ, ഒരു മനുഷ്യന്റെ വാക്ക് പോലെയല്ല. സൗഖ്യം പ്രാപിക്കും പ്രാപിക്കാതിരിക്കുമെന്ന് കർത്താവ് പറയത്തില്ല. നിന്റെ പ്രാർത്ഥന വിഷയത്തിന് സൗഖ്യം ഉണ്ട്, ഉപവാസ വിഷയത്തിന് മറുപടി ഉണ്ട്, കരച്ചിലിന് മറുപടി ഉണ്ട്. മാതാപിതാക്കളെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തലമുറയെ തകർക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഞാൻ പറയാം, അവർക്ക് സൗഖ്യമുണ്ടാകും, അവരെ സ്ഥിതി മാറും, ഉറപ്പാണ്. ഞാൻ വന്നത് കൊണ്ടല്ല കേട്ടോ, ദൈവസഭയ്ക്കകത്തൊരു മധ്യസ്ഥത നടക്കുന്നത് കൊണ്ട്, പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട്, ഉപവാസം നടക്കുന്നത് കൊണ്ട്, അദ്ദേഹം നിങ്ങൾ അറിയാതിരിക്കെ അഭയയാചന കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഉറപ്പ് തന്നെയാണ്. മറുപടി വരാൻ പോകുന്ന, മറുപടി തരുന്ന ആ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അവങ്കൽ പതിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ യെശയ്യാപ്രവചനം 61 ഇങ്ങനെ വായിക്കുന്നു: എളിയവരോട് സത്യവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഉറപ്പിച്ചു പറയാ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ടോ മോനെ? ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അത് പരിവർത്തിക്കും. അത് വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പരിവർത്തിക്കുന്ന ആത്മാവ് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചലിക്കാതിരിക്കുന്ന ആത്മാവല്ല, പരിവർത്തിക്കുന്ന ആത്മാവ്. വീണ്ടും പറഞ്ഞാൽ സംസാരിക്കുന്ന ആത്മാവ്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൽക്കരം ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മൗനം പാലിച്ചാൽ പോരാ, അതിന് പെണ്ണ് വിരിക്കുന്നത് പോലെ ഇരുന്നാൽ പോരാ. ഒന്ന് വാവൊട്ടി കരയാൻ, ശരീരം വിട്ട് ആരാധിക്കാൻ, മനസ്സ് വെച്ച് പ്രാപിക്കാൻ ഒരു താല്പര്യം വേണം. ഈ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അതിന് താല്പര്യം വേണം, താല്പര്യവും വേണം, ആഗ്രഹവും വേണം. എനിക്കൊരു കൃപ പ്രാപിക്കണം. ഏത് പാസ്റ്റർ തലയെ കൈ വെച്ചാലും പ്രാപിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. ഉറക്കെ സ്വതന്ത്രം ചെയ്യ്. പ്രത്യേകിച്ച് ഈ PMG ചർച്ചിൻ്റെ ഈ ചർച്ചിൻ്റെ പ്രത്യേകത, ഇവിടെ പ്രവചനം പുത്തരിയല്ല, പ്രസംഗം ഒട്ടും പുത്തരി അല്ല. അറിയപ്പെട്ട അഭിഷിക്തന്മാർ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു ചർച്ചാണ്, എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ആര് വന്നാലും നീ ശരിയാവാതെ നടക്കൂ. പ്രൈസ് ദി ലോർഡ്. എത്ര വചനത്തിന്റെ ആഴങ്ങൾ പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർ വന്നാലും അതൊക്കെ നമ്മൾ കേൾക്കുന്ന നമ്മൾ അത് പ്രാപിക്കാനുള്ള ഒരുക്കം വേണം, അല്ലേ? ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞു, ആ ദൂത് നിറവേറണമെങ്കിൽ പറഞ്ഞവരെ തേടി പോയാൽ നടക്കൂല. ചില
ചിലർ ഈ പറഞ്ഞവരെ തേടും. ആ പാസ്റ്റാണ് ഈ ദൂത് പറഞ്ഞ് അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കാം, നിന്റെ കാര്യത്തിൽ തീരുമാനാവും. ലോറി പറയും അങ്ങേരിക്കെ പിടയ്ക്കാൻ മുടിയാ വയ്യ നടക്കണം. പുള്ളി ദൈവം പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു, ഇനി പുള്ളിയുടെ പുറകെ വയ്യ നടക്കത്തില്ല. ദൂത് കേട്ടവരോട് ഞാൻ പറയാം, പ്രാപിക്കാൻ താല്പര്യം വേണം. ആ പറഞ്ഞ ആളുടെ തിരക്കി പോയാൽ വിടുതലില്ല, ഉറപ്പാണ്. അത് ഞാനായാലും ശരി നിങ്ങളായാലും ശരി, പറഞ്ഞ ആളിന്റെ പിറകെ പോകരുത്. ദൂത് പറയുന്ന അഭിഷിക്തന്മാരെ പിറകെ പോകരുത്. അതിന്റെ പിറകെ ഫോൺ വിളിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്. നീ വിളിക്കാതെ അങ്ങോട്ട് തമ്പുരാനെ വിളി. സ്തോത്രം. ചിലർ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചോണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞ പാട് ദൈവത്തിനും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പോഴാണ് ഇവിടുത്തെ വിളി. അന്നത്തെ ദൂത് നിറവേറിയില്ല. ഞാനാണെങ്കിൽ ചോദിക്കും, ഞാൻ നിറവേറിയില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ പിറക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഫോൺ കോൾ വിളിക്കുന്ന പെന്തിക്കോസുകാരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ട് വിളിക്കേണ്ടവരെ വിളിച്ചു നോക്ക്. അവിടെ തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. വിളിക്കേണ്ടവരെ വിളിച്ചാൽ അവിടെ തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അങ്ങനെയെങ്കിൽ അങ്ങനെ ദൈവത്തോട് മാത്രം പ്രവചനം ദൈവാത്മാവ് ഒരു പക്ഷേ നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി പരിശുദ്ധാൻ പറയും, വിടുതലുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ വാഴ്ത്തത്വം നിറവേറാൻ പോകുന്നു. അതിനുവേണ്ടി ഇപ്പൊ ഈ മോനെ കുറിച്ച് വലിയൊരു വാഴ്ത്തത്വം കാണും. മോന്റെ അപ്പം പ്രാർത്ഥിച്ചാൽ പോരാ, അതിനൊരു പരിധിയുണ്ട്. മോൻ തന്നെ കരയണം. അവൻ വിശ്വസ്തനെന്ന് ദൈവാത്മാവ് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വസ്തത ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു പിശാചിനും പറ്റുകയില്ല. അഭിഷേകം പ്രാപിച്ചവരോട് ഞാൻ പറയാം, കൈയടിക്കുന്ന നല്ല വിഷയം, അന്യഭാഷ പറയുന്ന നല്ല വിഷയം. നിനക്ക് വിശ്വസ്തതയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ ഒറ്റ പിശാചും നിന്നെ തൊടത്തില്ല. അഥവാ അടുത്തു വന്നാലും അതിനെ ശാസിക്കാൻ അധികാരം നിനക്ക് ദൈവം തരും. അങ്ങനെ ഒരു അധികാരം പകരുന്നു ആ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വിശ്വസ്തതയോടെ ഉടയാ മനയാ ജഗൽക്കവന ഘടകജനകരി. പള്ളിക്കകത്തിരുന്നവരെ കൊണ്ടോ പള്ളിക്കകത്ത് പ്രസംഗിച്ചവരെ കൊണ്ടോ സൗഖ്യമാക്കാൻ പറ്റാതിരിക്കുമ്പോ അർക്കമനകസി നോക്കേണ്ടവരെ നോക്കിയാൽ അർക്കമനെ ലജ്ജിച്ചു പോകേണ്ട ഇട വരികയില്ല. ഉറപ്പ് തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇറങ്ങി വരാൻ പോവുകയാണ്. അന്തൽക്കരാജനകസിയാര് ദാമ്പത്യ വിഷയം മാത്രമല്ല കേട്ടോ, ചില ആത്മീക തലത്തിൽ ഭയങ്കരമായൊരു വിടുതൽ നടന്നേ പറ്റൂ ഈ ദിവസങ്ങളിൽ. അങ്ങനെ ഒരു ഉണർവ് ആരംഭിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് അവനെ വിളിക്കേണ്ടവനെ വിളിക്കണം, അവനെ നോക്കണം, അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവനെ നോക്കിയാൽ പോരാ, അവനോട് സംസാരിക്കാൻ തയ്യാറാകണം. നോക്കിയാൽ പോരാ. പള്ളിക്കകത്ത് എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു. ആ സമയത്ത് മറ്റാരെ നോക്കാതെ യേശുവിനെ മാത്രം നോക്കുന്നു. വളരെ പ്രായം കുറഞ്ഞ മനുഷ്യൻ, വളരെ കൊച്ചുപ്രായം. അദ്ദേഹത്തെ നോക്കാൻ കാരണമുണ്ട്. അദ്ദേഹം വാക്കുകൾ പറയുന്നു, സുവിശേഷം അറിയിപ്പാൻ എന്റെ പേരൊരു അഭിഷേകം തന്നിട്ടുണ്ട്. സുവിശേഷം അറിയിക്കേണ്ട വിളിയുണ്ടെങ്കിൽ സുവിശേഷ പ്രസംഗം നടത്തിയേ പറ്റൂ. സുവിശേഷ പ്രസംഗത്തിന്റെ വിളിയുണ്ടെങ്കിൽ എന്ത് നടത്തണം? സുവിശേഷ പ്രസംഗം നടത്തണം. സ്തോത്രം. അല്ല വേറെ ഏത് പ്രസംഗം നടത്തിയാലും വിജയിക്കില്ല. സ്തോത്രം ചെയ്യും. ഞാൻ സുവിശേഷ പ്രസംഗം, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഉപദേശിപ്പണി ചെയ്യാൻ. ഞാൻ ഗൾഫിൽ പോയി ആടും വെച്ച് പനയിലും കയറി സെറ്റപ്പ് പണി. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ടാപ്പിംഗ് ഉണ്ട്, കൃഷിയുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. ജോലി ചെയ്യാത്തവൻ തിന്നാൻ പാടില്ല. അല്ല ആൾ കളിച്ച് കിടന്നൊരു കാര്യമല്ല. ഗ്ലോറി പറയും, നല്ലോണം അധ്വാനിക്കണം, നല്ല ശരീരം കൊടുത്ത് അധ്വാനിക്കണം. ഇവിടെ അടുത്തല്ലേ നെടുമങ്ങാട്, തിരക്കി അറിയാൻ പറ്റും. കൃഷിയുണ്ട്, റബ്ബർ ടാപ്പിംഗ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പൈസ ഇഷ്ടം പോലെ. ഗ്ലോറി പറയും, ചിലർക്ക് കൂടി എത്ര കിട്ടിയാലും തികയില്ല. ഈ ദാരിദ്ര്യം പടച്ചിലങ്ങ് നിർത്തണം, നിർത്തിയിട്ട് ഉള്ളതുണ്ടെന്ന് പറയണം. ഗ്ലോറി പറയണം. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്തോത്രം ചെയ്ത് പാസ്റ്റർ പ്രിൻസ് തോമസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോടെ വിളിച്ച് ചോദിച്ചു നോക്കണം, ശമുവേൽ പാസ്റ്റർ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പറയും, അങ്ങനെയൊക്കെ ഭയങ്കര കാശെന്ന്. ഗ്ലോറി പറയും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരോട് ഈ ഇല്ലെങ്കിലും ചിലരെ പിടിച്ചേട്ട് അവർ അഞ്ചെട്ട് വേണം എന്ന് ഉള്ളതുപോലൊരു പാപം ഒന്നുമില്ല, എന്നാലും ഒരു അഹങ്കാരം. നിങ്ങൾ നല്ലവരാ ഗ്ലോറി, നിങ്ങൾ നല്ലവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയും വിളിച്ചാലോ.
പിതാക്കന്മാരോട് ഞാൻ പറയാം, നമ്മുടെ മക്കൾക്ക് മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം. പൊന്നെ ചക്കര എന്ന് പറഞ്ഞ് പൊക്കാതെ കൃപ അവനിലുണ്ടോ എന്ന് നോക്കണം. അവൻ ആത്മീയത്തിലാണോ എന്ന് നോക്കണം. അവൻ പിന്മാറ്റത്തിലാണോ, ആത്മീയത്തിലാണോ, ജഡത്തിലാണോ, ജഡപ്രകാരം പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മക്കൾക്ക് വേണ്ടി പരിശോധന നടത്തി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ല, എൻ്റെ പിള്ളേർ നല്ലതെന്നൊന്നും പറഞ്ഞ് ആരും പൊങ്ങരുത്. ചില പിന്മാറ്റക്കാരെ തമ്പുരാൻ അടിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ പ്രസംഗത്തിന്റെ വിളി. സുവിശേഷം പ്രസംഗിച്ച നമുക്കറിയാം, പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം യേശുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും അറിയാമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സുവിശേഷം യേശുവാ. യേശു തന്നെ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ മതി. സ്തോത്രം. ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത രാത്രി നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നില്ലേ? രോഗമൊക്കെ തഴിഞ്ഞില്ലേ? മരണം മാറിയില്ലേ? മരണത്തോട് മല്ലടിച്ച രാത്രി വാതർന്ന് സ്തോത്രം പറയാൻ പറ്റാതിരുന്നപ്പോ ഹൃദയം കൊണ്ട് സ്തോത്രം പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്നെങ്കിൽ അതുലമന ഘടകസിയ ആ ദൈവകൃപ പ്രാപിച്ച ദൈവമേ, നിന്നെ തൊടാൻ ഒരു ആവിചാരത്തിനും പറ്റത്തില്ല. ആവിചാരം വലുതല്ല, വലുത് യേശുവാണ്. ആ യേശുവിനെ ആരാധിക്കാൻ ആവിചാരം വലുതല്ല, പോരാട്ടം വലുതല്ല. അതിനെ എതിർത്ത് നിൽത്ത് ആരാധിക്കാൻ അഭിഷേകം പ്രാപിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ ദൈവമക്കളെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനകത്ത് ഒരു പരിഹാരം വെളിപ്പെടാൻ പോവുകയാണ്. പ്രസംഗിക്കാൻ വരുന്ന ഞങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ആരാധിക്കാതിരിക്കുകയും ചെയ്താൽ ഞങ്ങൾക്ക് വിടൽ നടക്കും, നിങ്ങൾക്ക് വിടൽ നടക്കൂല. സ്തോത്രം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതുപോലെ ആപത്ത് വേറെ ഒന്നുമില്ല, നടക്കൂല. അത് ഭൂലോകള്ളമാണ്. ഗ്ലോറി പറയും, ഒരിക്കലും നടക്കൂല. അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ സഭ പ്രാർത്ഥിക്കണം, സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥന, അതാണ് മധ്യസ്ഥത. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ പ്രവാചകന്മാർ നിങ്ങൾക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നീ അവരെ വിവേചിച്ചോളണം. സ്തോത്രം. അവരെ നീ പ്രാർത്ഥിച്ച് വിവേചിക്കണം. അവരുടെ മേൽ കൃപയുണ്ടോ, അധികാരമുണ്ടോ, അഭിഷേകമുണ്ടോ, പറയുന്ന വാക്കുകൾക്കകത്ത് വിശ്വസ്തതയുണ്ടോ എന്ന് അതിനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഇവിടെ വായിച്ചു വാക്യത്തിൽ തിരിച്ചു വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 4-ാമത്തെ വാക്യം വായിക്കാം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ ഉറ്റുനോക്കി, വല്ലതും കിട്ടുമെന്ന് കരുതി സൂക്ഷിച്ചു നോക്കി. വായിക്കാം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. മതി. പ്രാർത്ഥിക്കുന്നവരോട് ദൈവദാസന്മാർ ആലയത്തിലേക്ക് വരികയാണ്. അവിടെ വരുന്ന 2 ദൈവദാസന്മാർക്കും ഭയങ്കര ഐക്യത. ദൈവസഭയിൽ ഒരു ഐക്യത വേണം. ഐക്യത ഇല്ലെങ്കിൽ ഇവിടെ നടക്കൂല. ജനത്തെ പക്ഷം പിടിക്കുന്ന, ചേരിതിരിക്കുന്ന, ഭിന്നതയിടുന്ന സാത്താനിക തന്ത്രങ്ങൾ ദൈവസഭയ്ക്കകത്ത് കയറാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 2 ദൈവദാസന്മാർ കയറി വരുന്നു. അവർ 2 പേര് നിന്നുകൊണ്ട് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഒരു ഐക്യതയുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ചിന്തിക്കണം, ഇതൊരു ഒറ്റ പോക്ക. ഗ്ലോറി. അത് ഞാനെന്നൊരു ഭാവം, അല്ലെങ്കിൽ എന്നെ കൊണ്ടേ പറ്റൂ എന്നൊരു ചിന്ത പോരാ. നമ്മളെല്ലാവരും കൂടെ ആരാധിച്ച അവിടെ നടക്കും. നമ്മൾ ഒറ്റയ്ക്ക്, ഇപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്നു, നിങ്ങളുടെ സ്വത്രം പോലും പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഞാൻ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഉറങ്ങി തൂങ്ങി താഴെ വിടുന്നാൻ കഴിച്ചു പോകും. ഗ്ലോറി പറയും. ഇനി എത്ര പ്രസംഗം ഉണ്ടെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട്. അവിടെ ഇപ്പോഴും ചിലപ്പോൾ മയക്കം വരുന്നു, അവിടെ ഇരുന്നോട്ടെ. സ്തോത്രം. അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വന്നതുപോലെ പരമ്പ് കാറ്റടിച്ചെടുത്തോണ്ട് പോകാതെ ഇരിക്കാൻ. ഗ്ലോറി. ഗ്ലോറി പറയും. ഹല്ലേലൂയ. വേണമെങ്കിൽ ഗ്ലോറി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവർ ഞങ്ങളെ നോക്കൂ. ഞങ്ങളെ നോക്കാൻ പറഞ്ഞിട്ട് അവർ മിണ്ടാതെ പോയില്ല. ഞങ്ങൾക്ക് തരാനുണ്ട് നിനക്ക് വേണ്ടി.
ആരും തന്നിട്ടില്ലാത്തതും ആരെക്കൊണ്ടും തരാൻ പറ്റാത്തതുമായ ഒരത്ഭുതം. പ്രാർത്ഥിക്കുന്നവരോട്, ആരും തന്നിട്ടില്ലാത്തതും ആരെക്കൊണ്ടും തരാൻ പറ്റാത്തതുമായ ഒരു വിടുതൽ. അച്ഛാ പ്രാർത്ഥിച്ചോണം. ആരും തന്നിട്ടില്ലാത്തതും തരാൻ പറ്റാത്തതുമായ ഒരു വിടുതൽ ഈ ശരീരത്തിന്റെ അവയവത്തിന്റെ അകത്ത് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുക. ഉടമന അവയവത്തിന്റെ അകത്ത് രോഗം കടത്തി ഹാർട്ടിനോടും യുദ്ധം ചെയ്യുന്ന ബലഹീനത ഈ പകൽക്കാലം അറിയാൻ പ്രാർത്ഥിച്ചാൽ, നിങ്ങളോട് ജനിച്ച പലരും മരിച്ചു പോയപ്പോ നിങ്ങളെ ജീവനോട് സൂക്ഷിച്ചെങ്കിൽ ഇന്ന് പൽക്കാലം ഈ രക്തത്തിന്റെ അകത്തും ഹാർട്ടിനകത്തും അത്ഭുത സൗഖ്യം ദൈവം നൽകിക്കൊണ്ട് ഉടമന ഘടകജാതരട്ടസ്യ ചില നാളുകൾ കൂടെ ജീവനോടിരുന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഒരു ഹിസ്കിയാവിനെ പോലെ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അകത്ത് സൗഖ്യം ഉണ്ടാവുന്ന അച്ഛന് വിശ്വാസമുണ്ടോ? ഇല്ലേ? ഉണ്ട്. സൗഖ്യമാക്കിയാണ്. സൗഖ്യം ആക്കിയിരിക്കുന്ന ദൈവത്തിന് ഗ്ലോറി പറയണം. സൗഖ്യം ആക്കാൻ പോകുന്നല്ല, സൗഖ്യമാക്കി. അതല്ല നിങ്ങളെ നോക്കട്ടെ, ഡോക്ടേഴ്സിനെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റൂല, ഉയരത്തിൽ ഡോക്ടറെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റും. ആ കഴിവുള്ള കരം ഈ പകൽക്കാലം ഉണ്ട്. കാരണം ഇവരാരും കാണാതെ രാത്രികൾ കരയുന്ന ഒരു പ്രാർത്ഥന വിഷയമുണ്ടല്ലോ, അതിനൊരു മറുപടി തരാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നു. അകത്ത് ഹാർട്ടിന്റെ അകത്ത് കിടക്കുന്ന കുത്തലുകളും ബലഹീനതകളും സൗഖ്യമാക്കാൻ കഴിവുണ്ട്. കാരണം ഈ കൈ കൊണ്ട് അധ്വാനിച്ച് സുവിശേഷ വിലയ്ക്ക് ചെലവിട്ടില്ലേ, വാങ്ങിച്ച ഞങ്ങൾ മറന്നാലും കൊടുത്ത നിങ്ങൾ മറന്നാലും തമ്പുരാൻ മറക്കത്തില്ല. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും പെന്തിക്കോസ് ആഗ്രഹിക്കാത്ത നിങ്ങളെ ഈ കൃപയിൽ കൊണ്ടുവന്ന ദൈവത്തിന് സ്വോത്രം ചെയ്യും. അതല്ലേ ഭാഗ്യം. ചൂടാന ഹർദവൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ജാതിയുടെ നടുവിലാ പാർക്കുന്ന, ചുറ്റും പാർക്കുന്നവർ നോക്കി നിൽക്കേ. ദൈവത്തിന്റെ പ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെടും. ആ ഭൂമിയുടെ മേൽ വിടൽ വെളിപ്പെട്ട് വരും. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ച് നിലവിളിക്കട്ടെ. അടുത്ത ഘട്ടം ചികിത്സകൾ ആരംഭിപ്പിക്കാൻ ശത്രു പോരാടുമ്പോ ചികിത്സയ്ക്ക് വിധേയമാക്കി മാറ്റുന്നതിന് മുമ്പ് ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടാൻ അടകജന സന്തരാകൾക്കമനഘടകസ്യ ഈ പകൽക്കാലം പ്രാർത്ഥന ഉച്ചരിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോ യെശയ്യാവ് അറിയപ്പെട്ട ഒരു വലിയ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഹിസ്കിയാ രാജാവിനെ നോക്കി പറഞ്ഞൊരു വാക്ക്, മരിച്ചു പോകും അല്ലേ, 38-ാമത്തെ അധ്യായം വായിക്കണ്ട. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതാണ്, എനിക്ക് വിശ്വസ്തതയുണ്ട്. എന്തുണ്ട്? വിശ്വസ്തത ഉണ്ടെങ്കിലേ വിടുതലുണ്ടാവും. അത് എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും വിശ്വസ്തതയാണ്. ഒരുപാട് അന്യഭാഷയൊന്നും പറയാനില്ലെങ്കിലും ഒരു സ്തോത്രേ പറയാനുള്ളെങ്കിൽ അത് മതി വിശ്വസ്തതയോടെ. ഹല്ലേലൂയ. ഒറ്റ സ്തോത്രേ പറയാനുള്ളൂ, വലിയ അഭിനയമൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് വിശ്വസ്തത ഉണ്ടെങ്കിൽ 50,000 അന്യഭാഷയും പറഞ്ഞ് 1,00,000 കള്ളവും പറഞ്ഞ് പാതാളത്തിൽ പോകുന്നതിനേക്കാൾ നേരെ ചവേ സ്വോത്രം പറഞ്ഞ് നിത്യതയെ പോണെയാണ് ഏറ്റവും നല്ലത്. സ്വോത്രം ചിലരറിയത്തില്ലേ, അന്യഭാഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞങ്ങ് തോപ്പിക്കും. കള്ളം എന്ന് പറഞ്ഞാൽ പൂലോഹ കള്ളം. നിങ്ങൾ നല്ലവരാ. പച്ചക്കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുന്നവരുണ്ട്. പറഞ്ഞ് വിശ്വസിപ്പിക്കും. പാത്രന്മാരെ കൂടെ വിശ്വസിപ്പിച്ച് കളയും. അവരും ചിന്തിക്കും, എൻ്റെ അമ്മോ ഇതേപോലെ ഒരു നല്ല സഹോദരി ഭൂലോകത്തില്ല. നോണയുടെ ആത്മാവും. നിങ്ങൾ നല്ലവരാണ്. ഗ്ലോറി പറയും. സ്തോത്രം ഒന്നേ പറയാനുള്ളൂ, മതി കേട്ടോ. അത് വിശ്വസ്തയോടെ ആയിരിക്കണം. അല്ല അന്യഭാഷ 2 ഉള്ളൂ, മറ്റുള്ളവരെ പോലെ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ സാരമില്ല. ഉള്ളത് വിശുദ്ധിയോടെ പറയണം. ഊടാപാന പാരമ്പര്യം പറയാം. 30-40 പാട്ടോ ഇല്ലെങ്കിലും ഇല്ല, നീ ഇന്നലെയാണ് സ്നാനപ്പെട്ട മതി. വിശ്വസ്തയോടെ ആരാധിച്ചോ. വിശ്വസ്തത ഉണ്ടെങ്കിൽ വിടുതലുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, വിഷയത്തിലേക്ക് വരാൻ പോവാണ്. ഞങ്ങളെ നോക്കൂ. സ്തോത്രം. നോക്കിയ ഉടൻ തിരിച്ചൊരു മറുപടി, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും തരാല് പൈസ വെച്ച് കളിക്കാൻ ഞങ്ങൾക്കില്ല. സ്തോത്രം. പൈസ വെച്ച് കളിക്കുന്ന പെന്തിക്കോസുകാരോട് നിങ്ങൾ നല്ലവരാണ്. സ്തോത്രം. അങ്ങനെ ഉള്ളവരോടെ ചിലർ മിണ്ടേ ഉള്ളൂ, അത് അതിനേക്കാളും നല്ലത്. സ്തോത്രം. സ്തോത്രമൊക്കെ പോയി.
ഭംഗി വെച്ചുള്ള യുദ്ധം, പൈസ വെച്ചുള്ള യുദ്ധം, മുഖം നോക്കിയുള്ള യുദ്ധം, കുടുംബം നോക്കിയുള്ള യുദ്ധം, ഈ യുദ്ധമൊന്നും എനിക്കും നിങ്ങൾക്കും പാടില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, വെള്ളി പൊന്ന് ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് തരാൻ ഒന്നുണ്ട്. സ്വോത്രം. അത് മുമ്പേ പള്ളിക്കകത്തോട്ട് കയറിപ്പോയില്ലേ, ദേവാലയത്തിലോട്ട്. അവർക്കൊന്നും ഇല്ലാത്തതും അല്ലെങ്കിൽ അവരെ കൊണ്ട് തരാൻ പറ്റാത്തതുമായ ഒന്ന് ഞങ്ങൾ നിനക്ക് തരുന്നു. ചില വ്യക്തിപരമായ വിടുതൽ ഈ പകൽക്കാലം നടക്കണം. വ്യക്തിപരമായ വിടുതൽ നടക്കണം സഭയ്ക്കകത്ത്, കുടുംബപരമായ വിടുതൽ നടക്കണം സഭയ്ക്കകത്ത്, അതിനുശേഷം സഭയായി വിടുതൽ നടക്കണം. ഒന്നാമത്തെ വിടുതൽ വ്യക്തിപരമായി വിടുതൽ നടന്നേ പറ്റൂ. അത് ആത്മീക വിടുതൽ നടക്കണം. സ്വോത്രം. വ്യക്തിപരമായി. 2, ശാരീരികമായി വ്യക്തിപരമായി വിടുതൽ നടക്കണം. ശരീരത്തിന്റെ അകത്ത് രോഗബന്ധനം. 3, വൈഡവൽക്കമായ ഘടകസിയ നമ്മുടെ കുടുംബമായ വിടുതൽ നടക്കണം. കുടുംബമായിട്ട് ചിലരെ രോഗിയാക്കുന്ന ആ ബലഹീനത വേരോടെ അഴിയുന്നു. കുടുംബത്തിൽ ചില സ്വസ്ഥതകൾ കർത്താവ് വഹിക്കാൻ പോവാണ്. മക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും പറയാം, ഇതുവരെ നടക്കാത്ത വിടുതൽ നടക്കാൻ പോവാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വിടുതൽ വേണമെന്ന് ചോദിക്കുന്ന അപ്പന്മാരെ, ഇതുവരെ നടക്കാത്ത വിടുതൽ മക്കളുടെ കുടുംബത്തിൽ പോലെ കൊച്ചുമക്കളുടെ മേൽ ഒരുപക്ഷെ അമേരിക്കയിലോ UK-ലോ അല്ലെങ്കിൽ വിദേശത്തിന്റെ പല ഏരിയകളിലോ നാട്ടിലോ ഇന്ത്യയിലോ ആവട്ടെ, ഇപ്പൊ തന്നെ നിന്റെ മകളുടെ കുടുംബത്തിനകത്ത് പോരാടുന്ന ശത്രുവിന്റെ തന്ത്രത്തെ പരിശുദ്ധാത്മാവ് വലിച്ചു മാറ്റി ആ കുടുംബത്തെ പണിത് ആ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റി അവരെ തലമുറയിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. വ്യക്തിപരമായ വിടുതൽ, കുടുംബമായ വിടുതൽ, സഭയ്ക്കകത്ത് വിടുതൽ. PMT ചർച്ച് അല്ല സഭ. സഭ നമ്മളാണ്, ബിൽഡിംഗ് അല്ല സഭ. മാന്യമായ വിടുതൽ ദൈവത്തിന്റെ കൃപയാൽ അഭിഷിക്തന്മാരുടെ കണ്ണുനീരും ദൈവത്തിന്റെ വാഴ്ത്തത്വം നിറവേറ്റി ഈ ട്രിവാൻഡ്രം പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട കരളെന്നൊക്കെ പറയും, കരളായ ഭാഗത്ത് ദൈവം നൽകിയ മാന്യമായ ഒരു ഹോളാണ്. പക്ഷേ വിടുതൽ ഈ ഹോളിന്റെ അകത്തല്ല, വിടുതൽ സഭയിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. സഭ ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഇടയിൽ വിടുതൽ നടക്കണം. നമ്മുടെ വ്യക്തിപരമായി വിടുതൽ നടക്കണം. ഈ ഹോളിനകത്ത് വിടുതൽ നടക്കുന്നതിലുപരിയായി നമ്മുടെ സഭയിൽ വിടുതൽ നടക്കണം. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തരാനുണ്ട് ഒന്ന്. ഈ നസ്രേനാകുന്ന യേശുവിന്റെ നാമം, ഈ യേശുവിന്റെ നാമം പറഞ്ഞാൽ അവിടെ വിടുതലുണ്ട്. സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമം പറഞ്ഞാൽ വിടുതലുണ്ട്. പാസ്റ്ററുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വിടുതൽ നടക്കണമെന്നില്ല. പ്രവാചകന്റെ പേര് പറഞ്ഞാലും വിടുതൽ നടക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുന്ന ആ പ്രവാചകനെ പിശാചെ നിനക്കറിയാമോ? ആ പണ്ടേ സാത്താൻ അറിയാം അതാളാരാണെന്ന്. സാത്താൻ പറയും, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, പൗരൂസിന് എനിക്ക് നല്ല പരിചയം ഉണ്ട്. പക്ഷെ യേശുവിന്റെ നാമം പറഞ്ഞു നോക്ക്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗബന്ധനത്തെ അഴിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് അതുപോലെ സൗഖ്യം വ്യാപരിക്കും. ആ സൗഖ്യം അനുഭവിച്ചറിഞ്ഞവർക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. അതുലമന ഘടകസിയാരം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഉള്ളത് തരാൻ പോവാണ്. ഈ ചിലർ നമുക്കറിയാം, തരാന്ന് പറഞ്ഞും ജീവിതത്തിൽ കൊടുക്കത്തില്ല. ഈ തരാന്ന് പറയുന്നത് ഇഷ്ടം പോലെ ആർക്കും അത് വാതുറന്ന കള്ളം പറയും. ഞാൻ പണ്ട് സ്നാനപ്പെടുമ്പേ ഇറച്ചി കച്ചവടത്തിന് നിന്ന ഒരാളാണ്. ഗ്ലോറി പറയും. നെടുമങ്ങാട് ആനാട് മാർക്കറ്റ് ഇവിടെ അടുത്തൊരു മുസ്ലിം സഹോദരൻ്റെ കൂടെ പെന്തിക്കോസുകാരെ പോലെ കള്ള ഭൂലോകത്താക്കൂല. അന്ന് 33 വർഷത്തിന് മുമ്പ് ഞാൻ സ്നാനപ്പെടുമ്പേ. അതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടാൻ താമസിച്ചത്. ഗ്ലോറി പറയും. എൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ പെന്തിക്കോസ്, പപ്പയും മമ്മിയും പെന്തിക്കോസ്. പക്ഷേ എനിക്കിഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ ഒന്നാമത് മുഴുകള്ളൻ. അതിൽ കൂടെ ഈ കള്ളന്മാരുടെ ഇടയിൽ വീണേക്കാളും സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടാൻ താമസിച്ചത്. പക്ഷെ ഒരു ദൈവദാസനോട് ദൂത് പറഞ്ഞു, നീ കശാപ്പ് ചെയ്യേണ്ടവനല്ല, നീ ഇങ്ങനെ നടക്കേണ്ടവനല്ല. എൻ്റെ സർവത്ര കള്ളത്തനങ്ങളും അന്ന് പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ പ്രവചിച്ചു. ഇന്ന്
പ്രവാചകന്മാർ കള്ളത്തനം പ്രവചിക്കുന്ന പരിപാടിയേ ഇല്ല. ഉണ്ടെങ്കിൽ പോലും അത് പറയില്ല, അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. അന്ന് എന്റെ കംപ്ലീറ്റ് കള്ളത്തനം പ്രവചിച്ചപ്പോൾ മനസ്സിലായി പെന്തിക്കോസ് കളിപ്പീരല്ല, ഇതിനകത്ത് ജീവനുള്ള ദൈവമുണ്ട്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, രുചിച്ചറിഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ട്, ആരാധിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ആ നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റുകയില്ല, ഉറപ്പാണ്. നിന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടി തന്ന്, വാഴ്ത്തത്വം തന്ന്, കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവി പകൽക്കാല പ്രിയ മോനോട് അതിശക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ മേൽ ദൈവം പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ വെളിപ്പെടുത്തി അർക്കുടാമനഗസി യാക്കോബിന്റെ മക്കളിൽ യോസേപ്പിനെ മാനിച്ചതുപോലെ അതുരാമനകാജകൽക്കമാനഘടകജാതി എഴുതി വെച്ചോ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നീ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഈ കൈകൊണ്ട് അനവധി പാവപ്പെട്ടവരെ സഹായിക്കത്തക്ക തലത്തിൽ നിന്റെ സ്ഥിതി മാറ്റുന്നൊരു സമയം വരാൻ പോകുക. ഓ റികംഷി കടകാജർഷ നിന്റെ കുഞ്ഞു പ്രായത്തെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നിന്നെ നശിപ്പിക്കാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതാണ് നിന്നെ. അർക്കുടാമനഗസി ആ നിന്നെ ഞാൻ തകർത്ത് കളയുകയില്ല മോനെ. അരഗസി ഞാൻ എങ്ങനെ പഠിക്കും, എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് നിന്നെ ഒതുക്കാൻ നോക്കിയുടെ നടുവിൽ ആ വീട്ടുകാരുടെ അടുത്ത് കരയാതെ അടകമന കടകസിയാരം ഒരു റൂമിനകത്ത് നീ പൊട്ടിക്കരഞ്ഞ ഒരു രാത്രി അന്തരാജകൽക്കമന മൗക്ഷാമനക ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി അയക്കത്തില്ലയോ എന്ന് ചോദിച്ചെടുത്ത് മറുപടി വെളിപ്പെട്ടെങ്കിൽ അന്തരാജകൽക്കമന എക്സ്പീരിയൻസ് നോക്കാതെ നിനക്ക് വേണ്ടിയിട്ട് ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഔഷസി കടകാമന നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രം ഒതുങ്ങുന്നവനായിട്ടല്ല നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ച് അർക്കസി കടകൽക്കമാന ഘടകരാധരട്ടസിയ സുവിശേഷം പ്രസംഗിക്കാനും സുവിശേഷത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാനും പിന്നെ വെറും ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല കേട്ടോ. അർക്കസി നന്മ കിട്ടും, ഉയർച്ച കിട്ടും. അതിലുപരിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അതുലാപനക 2026 നിനക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. ഉടമന ഘടകരഹസി നിന്റെ മേൽ കത്തുന്ന അഭിഷേകം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. അത് കത്തി ജ്വലിക്കും, അത് ആത്മാവിൽ പ്രകാശിക്കും. ജനത്തിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ തന്നെ ജനം അറിയും നിന്റെ മേലൊരു ദൈവശക്തി ഉണ്ടെന്ന്. നിന്നെ ഒതുക്കുന്നവർ ഒതുക്കട്ട്, കുറ്റം പറഞ്ഞവർ പറയട്ട്, മറുപടി പറയാൻ പോകരുത്. മൗനം പാലിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ പൊളിച്ചു കളയത്തില്ല. കാരണം നിനക്ക് വേണ്ടി നീ മാത്രമല്ല കരഞ്ഞത്, വർഗമന നിനക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്, ആ ഉപവസിച്ചവരുണ്ട്. അതരാമനകൽക്കമന ഘടകരഹസ്യ ആ വാഴ്ത്തത്വം ഞാൻ നിറവേറ്റും. നീ എപ്പോഴും പറയാറുണ്ട് ഒരു മനുഷ്യ ശബ്ദം എന്നെ കേൾപ്പിക്കണ്ട, ബുദ്ധി കൊണ്ട് ആരും ഒന്നും പറയരുത്, പരിശുദ്ധാത്മാവാണെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ എന്ന് ചോദിച്ച മകനോട് അപകടത്തിൽ പോലും പട്ടുപോകേണ്ട നിന്നെ ആക്സിഡന്റ് പോലും ഒഴിവാക്കി ഇതുവരെ എത്തിച്ചെങ്കിൽ എഴുതി വെച്ചോ, ഈ കൈ ചലിക്കാൻ പോകുന്നു. ഒരു പത്രോസിനെ പോലെ ഈ കണ്ണുകൾ കൊണ്ട് അടകരക നീ രോഗികളെ നോക്കുമ്പോൾ വിടുതൽ പ്രാപിക്കത്തക്ക തലത്തിൽ ഒരു ശുശ്രൂഷയും കൂടെ നിന്നിൽ വെളിപ്പെടാനുണ്ട്. മറക്കരുത്, പ്രാർത്ഥിച്ച് കരയട്ടെ. കർത്താവ് ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. നിനക്ക് വേണ്ടി പ്രഭുക്കന്മാരോട് സംസാരിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. നിനക്ക് വേണ്ടി നീ സംസാരിക്കാൻ യോസേപ്പിനു വേണ്ടി ജാതിയായ പ്രമുഖനോട് സംസാരിച്ചതുപോലെ അർക്കുട്ടമന്റെ ഘടകജാതരട്ടസിയ രാജ്യത്തിന്റെ നിയമത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് അംതുരിവികമന്റെ ഘടകജാതരട്ടസിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഇനി സാത്താന്റെ സമയമല്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പരിഹാരം വെളിപ്പെടാൻ പോവുക. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവസഭ ഒരുമിച്ച് ആരാധിക്കോ. അവനൊരു മിഷണറി കുടുംബമാകും. അവന്റെ സ്ഥിതി മാറും. കർത്താവിന്റെ വരവ് താമസം മിഷണറി തന്നെയാണ്. ആ കുടുംബത്തെ കുറിച്ച് അങ്ങനെ ഒരു വിളിയുണ്ട്. ആ വീട്ടുകാരെ കുറിച്ച് ആ വിളി കിടപ്പുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല. ആ മോൻ്റെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആ കുഞ്ഞിൻ്റെ മോൻ്റെ അപ്പയാണോ? വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളോട് പറഞ്ഞ ദൂത് അവൻ്റെ മേൽ നിവൃത്തിയാവും.
സ്തോത്രം. നിങ്ങളോട് പറഞ്ഞ ചില ദൂതുണ്ടല്ലോ, ദാവീദേ നീ വീട് പണിയും, നിനക്ക് ജനിക്കാതിരിക്കുന്ന തലമുറയുണ്ടല്ലോ ആലയം പണിയും എന്ന് ദാവീദിനോട് പറഞ്ഞ വാഴ്ത്തത്വം ദാവീദിന്റെ മകൻ ശലോമോന്റെ മേൽ നിവർത്തിയാക്കിയെങ്കിൽ അപ്പനായ നിങ്ങളോട് പറഞ്ഞ ദൂതുകൾ അവന്റെ മേൽ നിവർത്തിയാകുന്നു. ദൈവത്തോട് ചോദിച്ചു വായിച്ചാൽ ഈ തലമുറ അപ്പോൾ തന്നെ നിങ്ങളുടെയും ശരീരത്തിന്റെ അകത്ത് നിങ്ങളുടെ പപ്പയുടെ കാലഘട്ടം മുതൽ പുരുഷന്മാരെ പെട്ടെന്ന് നശിപ്പിച്ച പാരമ്പര്യ രോഗത്തിന്റെ കെട്ട് നിങ്ങളെ പിടിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ച് കരയട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഞങ്ങളെ നോക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞു. ഇവിടെ പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കൂ. പള്ളിക്കകത്ത് ആൾക്കാർ, ഇവൻ വെളിയില. ഞങ്ങളെ നോക്കൂ, വല്ലതും കിട്ടുമെന്ന് കരുതി. എന്നാ മോനെ നിന്റെ പേര്? നല്ലപോലെ പ്രാർത്ഥിച്ചോ കേട്ടോ, കർത്താവ് അത്ഭുതം ചെയ്യാൻ പാടും. പ്രാർത്ഥന കുറയ്ക്കരുത്. പണിയാൻ പോകുന്നതേ ഉള്ളൂ. ഫ്ലോറി പറയും, ശക്തമായ പണി നടക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. എവിടെയെങ്കിലും തലവുനിപ്പിക്കാൻ കാത്തിക്കുന്ന പെന്തിക്കോസുകാർ വരെ ഉണ്ട്, സൂക്ഷിച്ചോണം. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിച്ച് നടക്കണം, ശ്രദ്ധയോടെ നടക്കണം, വളരെ ശ്രദ്ധിക്കണം. അപ്പൻ്റെ കണ്ണുനീരുകൾ ദൈവശല്യം എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഞാൻ വന്നുകൊണ്ടൊന്നുമല്ല, ഇത് ഈ ദൂത് ഇനിയും കേൾക്കാം, ദൂത് നിവർത്തിയാകും. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അത് ബാലൻസ് വയ്ക്കാതെ ദൈവം നിവർത്തിയാക്കും. സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. രാജ്യങ്ങൾ ഉപയോഗിക്കാൻ പോവാണ്. ഇവിടെ വായിച്ച വാക്യം ഞങ്ങളെ നോക്കൂ. അങ്ങോട്ട് നോക്കിയ ഉടൻ പറഞ്ഞു. ഈ നോക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചു. ഈ അനുസരിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സഭയിൽ കുറച്ച് കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിലും ഇത്രയൊക്കെ വന്നല്ലോ, ആ ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലത്തെ മഴ അനുസരിച്ച് ഇത്രയും വരാൻ ഒരു സാധ്യതയില്ല. എന്തായാലും ദൈവം മാനിച്ചു. ശ്രദ്ധിക്കണേ. ഞങ്ങളെ നോക്കൂ. നോക്കാൻ പറഞ്ഞപ്പോൾ അനുസരണം. ഈ അനുസരിച്ചാൽ വിടുതലുണ്ട്. അത് യെശയ്യാ പ്രവചനം 1-19 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സു വച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മർത്തു മത്സരിക്കുന്നു എങ്കിലോ വാളിനിരയായിത്തീരുമെന്ന് യഹോവയുടെ വായ് അരുളി ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ആ വാക്യം വായിക്കുക. യെശയ്യാ പ്രവചനം 1-19 വാക്യം. ഈ അനുസരണത്തിന്റെ വാക്ക് വന്നോണ്ട് ഞാൻ ആ വാക്യം എടുക്കാൻ പറഞ്ഞേ. ഒന്ന് വായിക്കേ. സ്തോത്രം, സ്തോത്രം. വായിക്കാം. യെശയ്യാവ് 1-19 വാക്യം. യെശയ്യാ പ്രവചനം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളനിരയായി തീരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പത്രോസ് അവനോട് പറഞ്ഞു ഞങ്ങളെ നോക്ക്. അവൻ അനുസരിക്കുന്നു. 2, ഞങ്ങൾക്ക് നീ ഉദ്ദേശിക്കുന്ന തരാനില്ല, പക്ഷെ ഞങ്ങൾ തരാൻ പോകുന്നു. ആരും തന്നിട്ടില്ലാത്ത അനുസരിച്ച അനുഗ്രഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അനുസരിക്കുന്ന ദൈവമൈതലേ, അനുസരണ മനോഭാവത്തോടെ ആരാധിക്കുന്ന മാതാപിതാക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദേശത്തിലെ നന്മ വരും. ചില നന്മകളെ തടയുന്ന അനുഭവം മാറാൻ പോവാണ്. ഇതുവരെ ലഭിക്കാത്ത നന്മ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ ലഭിക്കാത്ത നന്മ, തരാമെന്ന് പറഞ്ഞതും തന്നിട്ടില്ലാത്തതുമായ ചില പുതിയ നന്മകൾ ദൈവം തരാൻ പോവുകയാണ്. തരാമെന്ന് പറഞ്ഞ കൃപാവരം ദൈവം തരാൻ പോകുന്നു. അത് പറയുമ്പോഴാണ് ഉറക്ക ഗ്ലോറി വരാൻ. ബാക്കി എത്ര ഭൗതിക കിട്ടിയാലും ഒന്നേ കൂടെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ തീരും. ഗ്ലോറി പറയും. തന്നിട്ടില്ലാത്ത പുതിയ കൃപാവരം തരാൻ പോകുന്നു, പുതിയ വെളിപ്പാടുകൾ തരാൻ പോകുന്നു, പുതിയ അന്യഭാഷകൾ തരാൻ പോകുന്നു, പുതിയ ശുശ്രൂഷകൾ കൈമാറാൻ പോകുക. തന്നിട്ടില്ലാത്തതും തരാമെന്ന് പറഞ്ഞതുമായ അർക്കമന ഘടകരകഥനെ തന്നിട്ടുണ്ട് കുറെ നന്മകൾ. തരാമെന്ന് പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ഇവിടിക്കുന്ന ഈ പ്രായമുള്ള അമ്മമാരോട് അപ്പം വേണ്ടി ചോദിച്ചു നോക്ക്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഇനിയും തരാം. മോളെ പ്രാർത്ഥിച്ചു, ഇനിയും തരാൻ പോവാണ്. തരാമെന്ന് പറഞ്ഞതും തന്നിട്ടില്ലാത്തതുമായ ചില വാഴ്ത്തത്വങ്ങൾ നിന്റെ മേൽ നിവർത്തിയാക്കി ഒരു എസ്തറിനെ മാനിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
തരാമെന്ന് പറഞ്ഞ വാഴ്ത്തത്തെ പ്രാപിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അത് ലഭിക്കുന്നത് വരെ ചോദിച്ചോണം. തരാൻ ശക്തൻ. യാചിച്ചുകൊണ്ടേയിരിക്കണം. യാചിപ്പിനെന്ന ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുന്ന ഏവർക്കും തുറക്കപ്പെടും. എനിക്ക് തന്നേ പറ്റൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. തരുമെന്ന് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? വാഴ്ത്തത്തെ നിവൃത്തിയാവും. ഉറപ്പ്. വാഴ്ത്തത്തെ നിവൃത്തിയാകും. തരാമെന്ന് പറഞ്ഞ നന്മ തരും. തരാമെന്ന് പറഞ്ഞ ഭൗതിക നന്മ തരും. തരാമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിനകത്ത് അടയാളം വെളിപ്പെടും. അപ്പേരെ കുടുംബത്തിൽ വെച്ച് പെന്തിക്കോസ് അനുഭവം ഇഷ്ടമില്ലാത്തവർ നോക്കി നിൽക്കെ നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ളതെന്ന് മറ്റുള്ളവർ അറിയത്തക്ക തലത്തിൽ നന്മയ്ക്ക് ഒരടയാളം ഈ മോക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കൊച്ചിൻ്റെ ആരെവിടെ ഇരിക്കണേ? മൊത്തത്തിൽ പിടിക്കുക തന്നെ കേട്ടോ. രാജ്യത്വം പ്രാപിക്കാൻ നമ്മളെ കൂടെ ഓർക്കണേ. മോളെ തരാൻ പോവാണ്. ചുടരകടകസി തന്നിട്ടില്ലാത്തതും തരാമെന്ന് പറഞ്ഞതുമായ ഉയർച്ച. സ്തോത്രം. കുറേ കാലം കഴിയുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഇതിനെ കിട്ടാൻ സാധ്യതയില്ല. പട്ടണം മാറി യാത്ര ചെയ്യും. പട്ടണത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കും. പട്ടണത്തിൽ നിന്ന് പട്ടണത്തിൽ എത്തിക്കും. അതോടുകൂടി സ്ഥിതി മാറും. ഇതുവരെ എത്തിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തരാൻ പോവുക. ഈ ദൈവം പറഞ്ഞാൽ വാക്ക് പാലിക്കും. അതിന് ഒരു സാക്ഷി ഞാൻ പറയാൻ പോവാ. നീണ്ട ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എൻ്റെ അപ്പനോട് പറഞ്ഞതാണ്, നിന്റെ മകൻ ലോകരാജ്യങ്ങളിലൊക്കെ പ്രസംഗിക്കുകയാണ്. ഇത് ലൈവ് ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് കേൾക്കട്ടെ. ഗ്ലോറി പറയും. എന്നാലും നമ്മളെ നാട്ടിക്കല്ലേ നിങ്ങൾ. ലോകരാജ്യങ്ങൾ പ്രസംഗിക്കാൻ പോവാ. എൻ്റെ അപ്പൻ ഈ ദൂത് കേട്ട് കരയും. ചർച്ചയിരുന്ന് അപ്പന്മാര് കരഞ്ഞെങ്കിൽ, അമ്മമാർ കരഞ്ഞെങ്കിൽ, ഈ മക്കൾ കണ്ടില്ല കേട്ടോ. കരഞ്ഞപ്പോ ദൈവം കണ്ടു. അഭിഷിക്ത ദൈവദാസി പ്രാർത്ഥിച്ചോണ്ടേ. ഇത് തലമുറയുടെ വിടുതലാണ്. ഉടയവൻ ഈ ഹോളിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്നതല്ല, ദൈവം കൊണ്ടുവന്നത്. ഈ വിശ്വാസികൾ അറിയാതിരിക്കെ ഞങ്ങളെ എത്തിച്ചെങ്കിൽ ഞങ്ങൾ കാലുകുത്തുന്ന വീടുകളിൽ ഒരു മറുപടി കിട്ടിയേ പറ്റൂ എന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന് മറുപടി ഉണ്ട്. പുറമേ വലിയ അഭിനയമില്ലെങ്കിലും അകത്ത് കത്തുന്ന പരിശുദ്ധാത്മാവിന്റെ തീയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതുലവന ഘടകജാരക്തസ്യ സഭയ്ക്കകത്തൊരു വിടം നടക്കാൻ പോകുകയാണ്. ആ പ്രാർത്ഥന പരാജയമല്ല. ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ, പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്നോട്. അങ്ങനെയെങ്കിൽ ആമേ സഭയ്ക്ക് വിടുതൽ ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തിനകത്ത് വിടുതൽ ഉണ്ടാകും. അതുലവന ഘടകജാരക്തസ്യ. നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് വഴിയൊരുക്കുകയാണ്. അവൻ എൻ്റെ അപ്പൻ ചർച്ചയിരുന്ന് കരയും. കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ട് അദ്ദേഹം പറയും, നല്ല ദൂതാ കിട്ടിയത്. നീ മോട്ടിക്കുകയും ചെയ്യരുത്, കള്ളവും പറയരുത്. എന്നെപ്പോലെ നല്ല കിളയക്കാരനായി മാറണം, അല്ലെങ്കിൽ തൂമ്പാപ്പണിക്കാരനാകണം. അത് തെറ്റൊന്നുമല്ല. ഇന്നും തൂമ്പാപ്പണിക്ക് എനിക്ക് യാതൊരു മടിയും ഇല്ല. ഇപ്പോഴും എനിക്കുണ്ട് മടി. സ്തോത്രം. ഞാനും ഈ മോനും കൂടെ തൂമ്പയും വെച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ മോൻ്റെ വായിൽ കൂടെ മൂക്കി കൂടെ ശ്വാസം വിടും. കാരണം ഇവന് പരിചയമില്ല, എനിക്ക് നല്ല പരിചയം. ഗ്ലോറി പറയും. എനിക്ക് തോന്നുന്നത് പാസ്റ്റർ മോനായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ മീശയൊക്കെ പൊടിച്ച്. സ്തോത്രം. പാവം, നല്ല വിശ്വസ്തനെന്നാ ദൈവാത്മാവ് കാണിച്ചത്. അതാണ് നിന്റെ ജീവിതത്തിൽ വിജയം കേട്ടോ. ആത്മീയ അഭിനയമില്ല, വിശ്വസ്തന, അത് മതി. ബാക്കി തമ്പുരാൻ ചെയ്തോളും. അപ്പോൾ ഞാനിപ്പോഴും തൂമ്പാപ്പണി ചെയ്യും. 100 കൂടെ വാഴയൊക്കെ എനിക്കുണ്ട്. എൻ്റെ മക്കളെ ഉപദേശിച്ച് വരാം. അവരും ഈ തൂമ്പയും വെച്ചുകൊണ്ടിരുന്ന വായിൽ കൂടെ മൂക്കി കൂടെ ശ്വാസം തന്നെ വിടും. അവർക്കും പരിചയമില്ല. പരിചയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ തോപ്പിച്ചളയും. ഗ്ലോറി പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്നവരോട് പക്ഷേ അപ്പനോട് പറഞ്ഞ ദൂത്, ഞാൻ പറഞ്ഞത് ഈ അച്ഛൻ കേൾക്കാൻ വേണ്ടി പറയാണ്. അപ്പനോട് പറഞ്ഞ ദൂത് എന്നോട് നിറവേറി. അത് അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് നിറവേറി. പല രാജ്യത്തിലെ നന്മ എൻ്റെ അപ്പൻ കഴിച്ചു. എൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് എൻ്റെ അമ്മ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വന്നിരിക്കും സഭയിൽ. അമ്മ പറയും, നീ ജയിച്ച് ഞാൻ തോറ്റ്. ഞാൻ പറയും, മിണ്ടരുത്, അമ്മയൊക്കെ ശരി തന്നെ, ഇപ്പം ഞാൻ പാസ്റ്ററാണ്, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സഭയിലാണ് പറഞ്ഞത്. ഗ്ലോറി പറയും. എൻ്റെ അമ്മയുടെ സഭാ പാസ്റ്ററായി എന്നെ കണ്ട ദൈവത്തിന് ഗ്ലോറി പറയണം. അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ? സ്തോത്രം. എല്ലാ ഞായറാഴ്ച വന്ന് പ്രാർത്ഥനയും പ്രസംഗമെടുത്ത് നിൽക്കും പ്രാർത്ഥിക്കാൻ. സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന മോനാണ്. അവരെന്നെ പ്രസവിച്ചു, വളർത്തി, ഇതുവരെ കൊണ്ടുവച്ചു. പക്ഷേ അവരുടെ പാസ്റ്ററാക്കി. അതാണ് വാഴ്ത്തത്വം.
സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി അഭിഷിക്തന്മാർ ദൈവമക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ സഭയിലാണ് നിൽക്കുന്ന. ഈ പ്രവർത്തനം തുടങ്ങിയ സമയം മുതൽ ഇപ്പൊ എനിക്കൊരു വിശ്വാസിയെ കിട്ടി, എൻ്റെ അമ്മ. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ വിജയം. അതുലമന ഘടകജാരക്ഷസി. അതിനായി പ്രാർത്ഥിക്കുന്നവരോട് ശ്രദ്ധിക്കണേ. അപ്പൊ അപ്പനോട് പറഞ്ഞ ദൂത് മകനാകുന്ന എൻ്റെ മേൽ നിവർത്തിയായി. ഞാൻ പറഞ്ഞത് അച്ഛാ കേൾക്കണം. ആ ദൂത് എപ്പോൾ നിർത്തിയായിരുന്നു? നീണ്ട വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷത്തിന് മുമ്പ് ഞാൻ കുവൈറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ. ആദ്യത്തെ എൻ്റെ പ്രസംഗം കുവൈറ്റിലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെ പഠിക്കാതെ അങ്ങോട്ട് വിടൂല. ഗ്ലോറി പറയും. എനിക്കാണെങ്കിൽ ഒരു ബോധവുമില്ല. പഠനത്തിൽ എന്നെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച പാസ്റ്റർ റൂബസ് അദ്ദേഹം ഉണ്ട്, സാറ്. അദ്ദേഹം പറയും, ഞാൻ പഠിപ്പിക്കണേ, നിനക്ക് മനസ്സിലാവൂല, നീ പറയണേ, എനിക്കും മനസ്സിലാവൂല, അതുകൊണ്ട് നിന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കട്ടെ. അതാണ് ന്യായം. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാൽ ഭയങ്കര പഠിപ്പീര. അത് എല്ലാ ദിവസവും പഠിപ്പിക്കും, എല്ലാ ദിവസവും പ്രവചിക്കും. അത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പഠിപ്പിക്കൽ ഭയങ്കരമാണ്. അതിനെ തടയാൻ പിശാചിന് പറ്റത്തില്ല. അതൊരു കൃപയാണ്. എല്ലാ ദിവസവും കുറ്റബോധമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചും നമ്മെ ഉത്ബോധിപ്പിച്ചും നമ്മെ ചിന്തിപ്പിച്ചും നമ്മെ വിളിച്ചുണർത്തിയും ഇതുവരെ കൊണ്ടിരുത്തിയ ദൈവത്തിന് ഒരു സ്തോത്രം കൂടെ പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുരമന ഘടകസി. പക്ഷേ ഈ വിദ്യാഭ്യാസത്തിൽ കുറവായിരുന്ന ഞാൻ കർത്താവിന്റെ കൃപയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥന, അഭിഷിക്തന്റെ ഉൾപ്പെടെ പല ദൈവദാസന്മാരുണ്ട് കേട്ടോ. ആർക്കടെ പ്രാർത്ഥന മുഖാന്തരം 6 പ്രാവശ്യം കുവൈറ്റിൽ ഇറങ്ങി പ്രസംഗിക്കാൻ കർത്താവിനെ സഹായിച്ചു. അത് എൻ്റെ മിടുക്കൊന്നുമല്ല കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളില്ലേ, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം ചെയ്യുന്നെങ്കിൽ അത് മാതാപിതാക്കളുടെ കരച്ചിലാണ്. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തുറന്നാൽ നിങ്ങളുടെ മിടുക്കെന്ന് പറയരുത്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിഫിക്കേഷന്റെ വലിപ്പമെന്ന് പറയരുത്. നിനക്ക് വേണ്ടി രാത്രികളിൽ വാവട്ടിക്കഴിഞ്ഞ അപ്പനില്ലേ, അമ്മയില്ലേ, സഭയില്ലേ, അവരുടെ പ്രാർത്ഥനയാണ് വിജയമാക്കി മാറ്റിയത്. അതുകൊണ്ട് പ്രാർത്ഥന പരാജയമല്ല, വിജയാവും. ഈ കഴിഞ്ഞ യുദ്ധം തുടങ്ങുന്നതിന് 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നു. കൊറോണ വൈറസിന് 4 മാസം കുവൈറ്റിലായിരുന്നു. ഗ്ലോറി പറഞ്ഞാട്ടെ. ഇപ്പം യുദ്ധം തുടങ്ങി. ഫെബ്രുവരി മാസം ഞാൻ അവിടെ എത്തുന്നു. ഫെബ്രുവരി 28 അന്ന് രാവിലെ ഞാൻ കുവൈറ്റ് മംഗഫിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ സൈറൻ മുഴങ്ങാണ്. ഗ്ലോറി പറയണം. പ്രാർത്ഥിക്കുന്നവർ ഗൾഫിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടി കരഞ്ഞോണ്ട് കേട്ടോ. അവിടെ കഷ്ടപ്പെടുന്ന ദൈവമക്കളാണ്. അഹങ്കരിക്കരുത് നാട്ടിലുള്ളവർ. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് അവരെ കൂടെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും വിദൂരത്തോ വിദേശത്തോ രാജ്യത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പച്ച പിടിക്കുന്ന അനുഭവം വന്ന് അഹങ്കരിക്കരുത്. അവിടെയൊക്കെ പോയി കാണാൻ കർത്താവിന് അവസരിക്കുന്നത് പറയാം. ഇതേപോലെ കണ്ണുനീരോടെ കരയുന്ന കുറെ ദൈവമക്കൾ അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള ബന്ധുക്കളും ചർച്ചക്കാരും മക്കളും ഇല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, നമുക്ക് കിട്ടാത്ത ഭാഗ്യം അവർക്ക് ദൈവം നൽകാൻ പോകുകയാണ്. അവരുടെ സ്ഥിതി മാറ്റാൻ പോകുന്നു. വല്ലതും കിട്ടുമെന്ന് കരുതി സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് അതുരവന ഘടകസിയ നിനക്ക് തരുന്നു. നസ്രേനാകുന്ന യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. 2026 ചില തലമുറകൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. 2026 ദൈവസഭ എഴുന്നേൽക്കാൻ പോവുകയാണ്. ആത്മീക തലത്തിൽ, കൃപാവരത്തിൽ, ദർശനത്തിൽ, ആരാധനയിൽ ദൈവസഭ എഴുന്നേൽക്കാൻ പോകുക. ഉടമന്റെ ഘടകസിയ വിശ്വാസികൾ എഴുന്നേൽക്കാൻ പോകുക. ആത്മീക തലത്തിൽ എഴുന്നേൽക്കുന്നു. ദൈവസഭ എഴുന്നേൽക്കുകയാണ്. ദൈവസഭയുടെ എഴുന്നേൽപ്പിന്റെ സമയമായി, ദൈവസഭ ഉണർവിന്റെ സമയമായി. സഭ ശക്തിയോടെ എഴുന്നേൽക്കുന്നു. സഭ മാത്രമല്ല, തലമുറ എഴുന്നേൽക്കുകയാണ്. കൈ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മനുഷ്യന്റെ കൈ സ്തോത്രം പറഞ്ഞ് കുടഞ്ഞിട്ട് പോകുമ്പോ ഉയരത്തിലെ കൈ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കൈ ആരാധന കഴിഞ്ഞോടെ എന്തുണ്ടാ വിശേഷം, സുഖമാണോ ചോദിച്ചിട്ടിട്ട് പോകുമ്പോ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കരമുണ്ട്. ആ കരത്തിന്റെ വല്ലഭത്വം തിരിച്ചറിഞ്ഞവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അത് മനുഷ്യന്റെ കരമല്ല, അത് ആണിക്കായി ഏൽപ്പിച്ച യേശുവിന്റെ കരമാണ്. ആ കരത്തിൽ പിടിയുള്ളത് കൊണ്ടാണ് നീ മരിച്ചു പോകാത്തത്, തകർന്നു പോകാത്തത്, പരാജയപ്പെട്ട
ഓർമ്മയിലെ വസ്തു എന്നതുപോലെ വരച്ചു സൂക്ഷിക്കുന്ന ദൈവത്തിന് ചുടമന ഘടകരകധര ഹന്തര രഹസ്യ നമ്മുടെയൊക്കെ കൈക്ക് കർത്താവ് പിടിച്ചിട്ടുണ്ട്. പ്രായമുള്ള അപ്പച്ചമാരെ കൈക്ക് പിടിച്ചിട്ടുണ്ട് കർത്താവ്. കൈക്ക് പിടിച്ചു. മരണം കണ്ട മനുഷ്യരെ അന്തരാജകൾക്ക് മരിച്ചു പോന്ന് ചിന്തിച്ചവിടെ നടുവിൽ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചെങ്കിൽ ആ കരത്തിന്റെ ശക്തി ഇപ്പൊ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഹിസ്കിയാവിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചതുപോലെ കുറച്ചു കാലഘട്ടം കൂടെ ജീവനോടിരിക്കാൻ ഒരു അവസരമുണ്ട്. പക്ഷേ പെട്ടെന്ന് സൈഡ് സ്ട്രോക്ക് പോലെയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ബലഹീനതകൾ പകൽക്കാലം അഴിയട്ടെ. ദൈവത്തിന്റെ ശക്തി ഈ ശരീരത്തീയപ്പന്റെ മേൽ വെളിപ്പെടാൻ ദൈവസഭ കരം തട്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ എല്ലാവരും കരമടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ സൗഖ്യമാക്കണമേ. ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭ ഒന്നടങ്കം ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുകയാ. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. ഞങ്ങളെ നോക്കൂ. അവൻ നോക്കി. അവൻ എഴുന്നേൽക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. നമ്മുടെ സാമ്പത്തിക മണ്ഡലം എഴുന്നേൽക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചോ. ശൂന്യാവസ്ഥ മാറുന്നു. കടഭാരത്തിന്റെ ബാധ്യതകൾ കംപ്ലീറ്റും തീർത്തെടുക്കേണ്ട വഴികൾ ദൈവസഭയിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ചില എഴുന്നേൽപ്പുകളുണ്ട്. പരാജയത്തിന്റെ പ്രാർത്ഥനയല്ല ഇത്. കേട്ട ദൂതിന്റെ മുൻപാകെ എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അർക്കമന ഹന്തര ജഗൽക്കമന ഘടകസി. യേശു പുസ്തകം വിടർത്തി വായിക്കാൻ തുടങ്ങി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അടകാരകന ഘടകസിയ മുടന്തന്മാരെ സൗഖ്യമാക്കുന്ന, ആമെ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന, ഹൃദയം തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ആ ദൈവത്തിന്റെ ഹൃദയ നുറുക്കത്തോടിരിക്കുന്ന വിഷയത്തിനകത്ത് പരസ്യമായ മറുപടി നമ്മുടെ മേൽ പകരാൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിന് പകൽക്കാലം ഹൃദയത്തിന്റെ അകത്ത് മുറിവുകൾ, ഹൃദയത്തിന്റെ അകത്ത് വേദനകൾ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ എന്റെ വിഷയത്തിന് മറുപടി വേണമെന്ന് ചോദിക്കുന്ന സഭയെ, ചോദിക്കുന്ന മാതാപിതാക്കളെ, അടകാരകര കരയുന്നവരോട് കരയുന്ന കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും നിന്റെ ഹൃദയവേദന, നിന്റെ സങ്കടം, നിന്റെ അഭയയാചന അറിയുന്ന ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരാൻ. അത്തുര ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട് കൂട്ടിയിട്ട് വന്ന വീടുകൾക്കകത്ത് ദൈവശക്തി കയറിപ്പോവുകയാണ്. അന്തരാജകൾക്കമന ഘടകസിയ അല്ല, വീട്ടിനകത്ത് വേറെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരിയ്ക്കുന്നിടത്ത് ദൈവശക്തി കയറി ചെല്ലട്ടെ. ഈ സഭയുടെ ആത്മീക വിടുതൽ നടക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന പരാജയമല്ല. എഴുതി വെച്ചോ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു മറുപടി ഉണ്ടായ അമ്മേ, എനിക്കൊരു മറുപടി ഉണ്ടായ അപ്പനെ, എനിക്കൊരു മറുപടി ഉണ്ടായി സഭയെ എന്ന് പറയത്തക്ക തലത്തിൽ അർക്കുടമന ഘടക ജനസംധുനാരകൽക്കമന ഘടകസിയ ദൈവം തലമുറകളെ മാനിക്കുന്നു. വെറും കൈയോടെ വരാൻ ദൈവം അനുവദിക്കയില്ല. വിഷയത്തിനകത്തൊരു മറുപടി ഉണ്ടാകും. കേട്ട ദൂതിന്റെ മുമ്പാകെ എല്ലാ ദൈവ മക്കളും എഴുന്നേൽക്കാമല്ലോ. ഒരു പാട്ടിന്റെ ചിലയിടങ്ങൾ പാടി ഒരുമിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. ആരും മൗനം പാലിക്കരുത്. കസേര വിട്ട് മുമ്പോട്ട് വരാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ കടന്നു വന്ന് ദൈവത്തെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാം. പ്രായമുള്ളവരാണ്, സാരമില്ല. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾ അവൻ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചവുടൻ ആലയത്തിൽ കയറി അവൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവന്റെ നരിയാണികൾ ഉറച്ചെന്ന് വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. നരിയാണികളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ മെഗാശക്തി ഈ പകൽക്കാലം വെളിപ്പെടാൻ ഒരു പാട്ട് ഒരാൾ തുടങ്ങാമല്ലോ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകണം. ഒരു പാട്ട് തുടങ്ങാം. താങ്ക് യു ജീസസ്. എല്ലാവരും മുമ്പോട്ട് കടന്നു വന്ന് വായികളെ തുറന്ന് ശരീരത്തെ നാവിനെയും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഒരു പാട്ട് തുടങ്ങാം. താങ്ക് യു ജീസസ്. അർക്കുടമന ഘടകജാതന ശംധുനാരകൽക്കമന ഭൗഷസി. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
വേദന പല ശോധന Glory. മമ ജീവിത പാതയതിൽ മനോവേ. വേദന പല ശോധന Hallelujah. മമ ജീവിത പാതയത് മാറാതെടുമ്പോൾ ആത്മനാഥനാ. Hallelujah. മാവിൽ Glory. ചാശ്വസിക്കും മാറാതെടുമ്പോൾ ആത്മനാഥനവൻ മാവിൽ ചാരി ഞാനാശ്വസിക്കും ദൈവകൃപയിൽ ഞാനറിഞ്ഞു അനുഗമിച്ചിടും അവനുടെ ദൈവകൃപയിൽ ഞാനാശ്രയിച്ച് ലോകമോ താരികോരോ സുഖമോ മനഃശാന്തിയതും ലോകമോ താരികിൽ ഓ സുഖമോ മനഃശാന്തിയത് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴിയെ ഞാനറിഞ്ഞു അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനാവൻ എത്ര നല്ലവൻ മൈതായായ അംഗരാജാവുടെ നിന്റെ ആവശ്യത്തെ എല്ലാം അറിഞ്ഞിടുന്ന ഓ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അമ്പല വൈടകജാരകനെ അതുലക വൈടകജാരക വൈഷവരാജകനെ അർത്ഥാരാജക വൈഷാര അതുലാരക ജഗരഗനസി ഈ ബലമൗക്ഷകരം ചല ബൗഡവരാജകനെ അർത്ഥാരാജാ ബൗഷാര ഈ ബലമൗക്ഷകരഗജാധികജാരഗജാരഗജേ ഉടമന ഘടക ക്ഷമന മധുര ബലമൗഷല അംധല ഘടകേ ജഗനേ യേസസ് ഔഷാര ഗജാ വിടുതൽ വിടുതൽ ക്ഷമനേ ധുരയ അടകല ജഗനക ചുടമനധികനക ക്ഷകനകരകജന അർത്ഥരമൗഷല ഭീകവരം ധുരമൗഠേ ജനമാരാധിക്കട്ടെ സകല ജഡത്തിന്റെ മേലും ദൈവശക്തി അർത്ഥര ജഗനക ചുടജാമനയ അടകാര ഗജാധികജ സമനവര ഗജന ഉടവല ഘടകര ശംബല മൗഡല ഭീകല വൈക്ഷവര ഗജേ ഘടകേ യേസസ് ആത്മാവിൽ ആരാധന വെളിപ്പെട്ടു വരട്ടെ ഉടിവികൾ ഖമന ഘടകസിയോര നിന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് ഓ റീവൽക്കരാജനാദി ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പ്രഖ്യാപിച്ചവരുടെ നടുവിൽ ആരാധിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് അന്തരാജകൽ ഖമന
ഘടകസിയോ ആ ശൂന്യതകൾ മാറുകയാണ്, ആ പരാജയങ്ങൾ മാറുകയാണ്, ആ നിന്ദകൾ മാറുകയാണ്. ദൈവത്തിന്റെ മഹാശക്തി വ്യാപരിക്കട്ടെ. ഊടാരാബാല ശാന്തരാധരാധര ഔടകൾ കടക ജന ഖദര ഘടകസിയോ അർക്കുടമന ഘടകജന സംബര ജഗനക അർക്കൽ കവന ഘടകസിയോ. ചലിക്കാത്ത പ്രാണികൾ ചലിക്കട്ടെ, ആരാധിക്കാത്തത് ആരാധിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഈ പകൽക്കാലം വ്യാപരിക്കുകയാണ്. ഓ ഇതുവരെ വെളിപ്പെടാത്ത ദൈവശക്തി, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ വിടുതൽ, പരിശുദ്ധാത്മാവിന്റെ വിടുതൽ ദൈവസഭയ്ക്കകത്ത് അടകലകടകരകജന അംദലമൗഡ ചൂടൽക്കടക ജഗനാധികജ നന്മകൾക്ക് വിരോധമായി പോരാടിക്കൊണ്ടിരിക്കുന്ന, നന്മകളെ തടയുന്ന, ഉയർച്ച ഉണ്ടാകൂല എന്ന് പറയുന്ന സകല പോരുകളും അഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ ഈ പകൽക്കാലം ഈ കുഞ്ഞിന്റെ മേൽ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. തടസ്സം ചെയ്ത് പോരാടുന്ന സകല പോരുകളും യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. രഗജ ഘടയ മനയ ദിഗജ രഗജ ദിഗജ അടക മനക ജഗന ഘടയ. ചലിക്കാത്ത പ്രാണികൾ ചലിക്കട്ടെ, ആരാധിക്കാത്തത് ആരാധിക്കട്ടെ. ദൈവത്തിന്റെ മഹാ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ആ രോഗത്തിന്റെ കെട്ടുകൾ ഈ ശരീരം വിട്ട് അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ബലഹീനതകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ഈ പ്രിയദാസിയെ സൗഖ്യമാക്കുകയോ. അന്തരാധരാധരാധികൾ കൗഡര അർക്കടാമനാജകൾ കമാന ഘടക ജഗനഗസ് അടകടകടക ജനക ദുരമൗഠമന ഘടകസ് അംധുരിവിഗമന ഘടക ജനകദന അത്വനാരഘടക ഷൈഡമാനഗസിയ അർത്ഥേരകൾ കരാദിയാരഗസി. ഇന്ന് പകൽ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ആ വീട്ടിനകത്തുള്ള പോരുകൾ അടിയുകയാണ്. വീട്ടിനകത്ത് അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ തലമുറകളായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ആ കുടുംബങ്ങളായിരിക്കുന്നത് ഇവിടെ നടക്കട്ടെ. ആ നന്മയെ തടഞ്ഞ പോരുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അവൻ എഴുന്നേറ്റതുപോലെ, മുടന്തൻ എഴുന്നേറ്റതുപോലെ ചില എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഉടബൽ കമന ബൗഡമന ഹതുര ജല റിബല ബൗഡമന ഹതുനാര ഘടകച്ചസ്യ ഹല്ലേലൂയ ശമനരവ ശബ്ദരാജന രഗമന ഘടകവ സംദൽ പ്രൗഡമന ഗസ്യ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിന്റെ മുഖത്ത് പതിയുന്നുവെങ്കിൽ, നാം നമ്മുടെ കർത്താവിനെ നോക്കുന്നുവെങ്കിൽ വിടുതലോടെ നമുക്ക് കടന്നു പോകുവാൻ ഇടയാകും. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ മേൽ പതിഞ്ഞല്ലോ. വിശ്വാസത്തോടെ കർത്താവ് തന്നെ എല്ലാ വിടുതലിനായും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഹല്ലേലൂയ അവരെ രോഗിയെ ഉറ്റുനോക്കി അവരും ഹല്ലേലൂയ അവരിലേക്ക് നോക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം യേശുവിന്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ വലിയ വിടുതലുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാനിടയായല്ലോ. കേട്ട വചനത്തിന് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിച്ച ഹല്ലേലൂയ. ഞാനിത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കുടുംബമായി നോക്കുന്നു, സഭയായി ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ വിഷയത്തിന് ഇന്ന് പകൽക്കാലം മറുപടി അയക്കണമേ എന്ന് ഒരുമിച്ച് കരമുയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾക്ക് പിന്നിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പല രോഗങ്ങളെയും ദൈവം സൗഖ്യമാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ചില വിടുതലിന്റെ വഴികൾ ദൈവം അയച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശത്രു അടച്ച ചില വഴികൾ ദൈവം തുറന്നതിനാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാം. പിശാചിന്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് അഴിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തലമുറകളുടെ മേൽ ചില മടങ്ങി
തിരിവരവുകള് ദൈവം അയക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവം പകർന്ന എല്ലാ ആശ്വാസത്തിന്, എല്ലാ വിടുതലിനുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ വിടുതലും അനുഗ്രഹവും നമ്മുടെ മധ്യയില് ദൈവം ഇന്ന് പകൽക്കാലം പകർന്നുകൊണ്ടിരുന്നല്ലോ. കർത്താവിന്റെ ദാസന് ശക്തമായി ദൈവം ഉപയോഗിച്ചുവല്ലോ. ഹാലലൂയ. എന്നോട് ദൈവം ഇടപെട്ടു, എന്നെ ദൈവം സൗഖ്യമാക്കി, എന്നെ ദൈവം വിടുവിച്ചു, എനിക്ക് ദൈവം വഴി തുറന്നു എന്നുള്ള വലിയ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ചില വിടുതലുകൾ നമ്മുടെ മുൻപിൽ കാണുവാൻ പോകുന്നു. അതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിച്ചു. വൈകിട്ട് മീറ്റിംഗും അനുഗ്രഹീതമായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുദാസ് സാറ് ശബ്ദമയത്തെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരംഭം ഇതുവരെയും ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ബുദ്ധി ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ 2 3 പറയേണ്ട നാമത്തിൽ കൂടുന്നവരുടെ നടുവിലുള്ള വാക്യം കർത്താവേ, ഞങ്ങളുടെ മധ്യ അങ്ങ് എഴുന്നള്ളിയതായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യയെ കർത്താവേ, ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ കർത്താവേ, വചനം ഘോഷിപ്പാനോട് സഹായിച്ചുള്ളവർക്ക് ഞങ്ങൾ കേട്ട വചനങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കർത്താവേ, ഞങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ പാദപടത്തേക്ക് ഏൽപ്പിക്കുന്നപ്പ കൃപയിൽ എല്ലാവരെയും പുതിയ കർത്താവേ ആരാധന അനുഗ്രഹമായി നടത്തുവാൻ സ്വർഗം സഹായിച്ചല്ലോ. കർത്താവെ ലീഡിയാൻ കർത്താവ് ജീവൻ കുറിച്ച് പാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ, കുടുംബമായി മാനിച്ചല്ലോ. കടന്നു വന്ന് ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കുള്ളതെന്ന് എഴുന്നേറ്റ് നടക്കായെന്ന് പ്രസ്താവിച്ചല്ലോ. അപ്പോൾ കർത്താവെ, അപ്രകാരം സംഭവിച്ചല്ലോ. കർത്താവെ, നടന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവ് വരും ദിവസങ്ങൾ ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവോളം കർത്താവ് ഉറ്റിരിപ്പാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥനയ്ക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഉറ്റരിപ്പാൻ സ്വർഗം സഹായിക്കണമേ കർത്താവ്. രോഗികളായുള്ളവരെ എല്ലാവരും സൗഖ്യമാക്കണമേ കർത്താവ്. മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടായിരിക്കുന്നവരെ അവിടുന്ന് കർത്താവ് സൗഖ്യമാക്കണം കർത്താവ്. ഞങ്ങളുടെ ദാസനെ കർത്താവെ അവിടുന്ന് കരങ്ങൾ വഹിച്ചതിനാ സ്തോത്രം. കുടുംബമായി മാനിക്കണമേ, തലമുറകളെയും അനുഗ്രഹിക്കണമേ. ശിശുയുടെ ബന്ധങ്ങളിലെല്ലാം അവിടുന്ന് കൃപയും കാവലും കൂടെ ഉണ്ടായിരിക്കണമേ. ശേഷ സമയം കൂടെ ഉണ്ടായിരിക്കുമ്പോൾ മടക്കാത്തലും കൂടെ ഇരിക്കും. വരവിനായി ഞങ്ങൾ ഒരു യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ല, എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. വൈകിട്ട് 7 മണിക്ക് മുൻപ് തന്നെ എല്ലാവരും എത്തുക. 7 മണിക്ക് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും രാത്രിയിലെ യോഗത്തിനും കടന്നു വരണമെന്ന് പ്രത്യേകാലം ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.